prayer. പൂർണ്ണത്രയീശം ആശ്രയേ അക്ഷയഭക്തിസം സേവിതയേ പൂർണ്ണബ്രഹ്മ രൂപിണം കരി പൂർണ്ണദയാരസ പൂർണിതലോചനം പാർത്ഥമഹാഭക്ത ഭാവിരമച്യുതം തീർത്ഥപദം അഖിലാർത്ഥവിനായകം വൈകുണ്ഠാദീപം വിബുധഗണാർച്ചിതം ശ്രീലളിതാംബിക സോദരം പരം. ഗുഡ് മോർണിംഗ്. ഓർക്കുന്ന എന്ത് പറ്റി? നിങ്ങൾ പ്രെയർ ഒക്കെ കഴിഞ്ഞു എന്നാ ഞാൻ വിചാരിച്ചേ. എന്താ ലേറ്റ് ആയി? എന്ത് പറ്റി? ആരും മിണ്ടുന്നില്ലല്ലോ. ലേറ്റ് ആയി പോയി. ഓക്കെ ഫൈൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞതെന്ന് പറയാമോ? നമ്മൾ യൂണിറ്റ് 2ന്റെ പോയിന്റ്സിന്റെ ഇത് പറയുമായിരുന്നു. നാലാമത്തെ പോയിന്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഡിസ്കസ് ചെയ്യുക. നമ്മൾ അതിൽ എല്ലാ പോയിന്റ്സും ആയോ? അതോ നിങ്ങൾ പ്രസന്റ് ചെയ്തതെല്ലാം ആയോ? ആരെങ്കിലും റെഡിയാണോ? ഇന്ന് എനിക്കും കൂടെ ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ആരെങ്കിലും ഉണ്ടോന്നറിയില്ല. ഏതോ 2 പോയിന്റ്സ് എടുത്തിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. ഏതോ 2 പോയിന്റ്സ്, രണ്ടാ പിന്നെ വേറെ ഏതോ ഒരു 2 പോയിന്റ്സ് ഒക്കെ ശരിക്കും ഓർമ്മയില്ല. ആ 2 പോയിന്റ്സ് പ്രോബ്ലം. ഞാൻ ചോദിച്ചത് അതല്ല. ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ എടുത്തിട്ടില്ല, അതെന്താ ഓക്കെ. ആർക്കെങ്കിലും ഏതെങ്കിലും ഷെയർ ചെയ്യണമെന്ന് പ്രിപ്പയർഡ് ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കറക്റ്റ് ക്ലാസ്സിലെ ഡേ അല്ല വന്നിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ. അത് പറയണമെന്ന് ആർക്കെങ്കിലും ഉണ്ടോ? എന്തൊക്കെയോ കുറെ എക്സ്ക്യൂസുകൾ എനിക്കിങ്ങനെ മീൻസ് കൺസേൺസ് വന്നിരുന്നു. അതായത് സമയം കിട്ടിയില്ല, ലൈക്ക് അങ്ങനെ. ഇന്ന് ആരെങ്കിലും അങ്ങനെ പറയണമെന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നല്ല, ഉണ്ട്. ഞാനൊരു ട്രിപ്പിലായിരുന്നു, അപ്പൊ പിന്നെ പറ്റിയില്ല. യെസ്, ഞാൻ അതാ ചോദിച്ചേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഇന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഏതാണെന്ന് പറയാമോ? ഞാൻ അപ്പോഴേക്കും ഷെയർ ചെയ്യാം. യു ക്യാൻ സ്റ്റാർട്ട്. ഞാൻ എല്ലാത്തിനെയും പോയിന്റ്സ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ബട്ട് ഏതാണ് ഇനി പറയാത്തെന്ന് വെച്ചാല് അത് പറയാം. ഏതായിരുന്നു? അത് കുഴപ്പമില്ല ഹഫി, പറയാത്താണെങ്കിലും ഹഫിക്ക് ഏതാണ് പറയണ ഇഷ്ടം അത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. പിന്നെ പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, അതും പറയൂ. പറയാതെ പോയി എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് പ്ലീസ്. ഓക്കെ. ഹഫി കഴിഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ, നമുക്ക് കുറച്ചും കൂടെ അത് പഠിക്കാനും പറ്റും. ഓക്കെ, ഞാന് 5ാമത്തെ പോയിന്റ് ആണ്. ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ഇമോഷണൽ ഹെൽത്ത് അഥവാ മാനസിക ആരോഗ്യം, വൈകാരികപരമായിട്ടുള്ള ആരോഗ്യം, അതിന്റെ ഡെവലപ്മെന്റ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സ്കൂളിൽ കുട്ടികളില് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഈസ് നെസസറി ഇൻ ദ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ്. സ്കൂളുകളിലെ ഹെൽത്ത് പ്രോഗ്രാമില് മെന്റൽ ആയിട്ട് ഇമോഷണൽ ആയിട്ടുള്ള ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കല് നെസസറിയാണ് സ്കൂളുകളിൽ. മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് അലോസ് ടു മെയിൻറ്റെയിൻ ഈവൻ ടെമ്പർ ആൻഡ് ഹാപ്പി ഡിസ്പോസിഷൻ. ഇത് മാനസിക നിയന്ത്രണം, അതുപോലെ മനോഭാവം, ഇതെല്ലാം ഈ ഇമോഷണൽ ഹെൽത്ത്, മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് അലോ ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ കണ്ടക്ട് അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുക. പ്രൊവൈഡ് കൗൺസിലിംഗ് സെഷൻസ്, കുട്ടികളിലെ കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ സംഘടിപ്പിക്കുക. അപ്പൊ അവരുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ അവസ്ഥകളൊക്കെ, അതിന്റെ കണ്ടീഷൻസ് ഒക്കെ അറിയാൻ പറ്റും. അതിനനുസരിച്ച്
കാര്യങ്ങൾ നീക്കാൻ പറ്റും. അതുപോലെ എൻകറേജ് ഫിസിക്കൽ എക്സസൈസ് ആൻഡ് യോഗയും ഫിസിക്കൽ എക്സസൈസ് ഒക്കെ സ്കൂളുകളിൽ പ്രോത്സാഹിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടൊരു പീരീഡോ അല്ലെങ്കിൽ കുറച്ച് സമയം അങ്ങനെ അതിനു വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കാം. ക്രിയേറ്റ് പിയർ സപ്പോർട്ട് ഗ്രൂപ്പ്സ്, കൂട്ടുകാരുടെ സപ്പോർട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുക. അതുപോലെ അപ്പം കൂട്ടുകാരുടെ സപ്പോർട്ടുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് കുട്ടികൾ ചിലർ എല്ലാവരോടും ഷെയർ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ കൂട്ടുകാരുടെ ഇടയിലായിരിക്കും അവരെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ടുകളുള്ള ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതിന് പ്രോത്സാഹനം കൊടുക്കുക. പിന്നെ എൻകറേജ് എക്സ്പ്രഷൻസ് ഓഫ് ഫീലിങ്സ്, പിന്നെ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാം. അഥവാ സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ അവർക്ക് ഒരുക്കുക. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസും എല്ലാം അവർ പ്രകടമാക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇനി അവർക്ക് ഹാപ്പി ആയാലും സാഡ് എന്ത് സിറ്റുവേഷൻസ് ആയാലും അത് അവരെ കേൾക്കുക. അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ കേൾക്കുക. ആ കാര്യത്തിലേക്ക് ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക, പാരൻസും. പിന്നെ ഡ്രോയിങ്, മറ്റ് ആർട്സുകൾ വഴി ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സും മറ്റൊക്കെ കൊടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ ആർട്സിലൊക്കെ അപ്പോൾ അതുപോലുള്ള എക്സസൈസിലൂടെയൊക്കെ അവർക്ക് അവരെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ സ്കൂളിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത്രയൊക്കെയാണ് ഞാൻ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനുള്ളതിൽ പോയിന്റ്സുകൾ എഴുതിയിട്ടുള്ളത്. ഞാനൊരു പോയിന്റ്സ് ആയിട്ട് ചുരുക്കിയാണ് ഞാൻ എഴുതിയിട്ടുള്ളൂ, ഒരുപാട് കൂടുതലായിട്ട് എഴുതിയിട്ടില്ല. ഓക്കെ, താങ്ക് യു. പേരെന്തായിരുന്നു പറഞ്ഞേ? സഫി. എന്റെ പേര് ഹഫ്സത്താണ് മാം. ഓക്കെ. ഹഫി പറഞ്ഞതിനനുസരിച്ച് ടീച്ചേഴ്സിന്റെ ആക്റ്റീവ് ലിസണിങ് അല്ലെ, കുട്ടികൾ പറയുന്നത് നല്ലതുപോലെ ഹൃദയം കൊണ്ട് കേൾക്കുക എന്നുള്ളതാണ് അതിലൊരു മെയിൻ പോയിന്റ് ആയിട്ട് എനിക്ക് മനസ്സിലായത്. അതായത് അവരുടെ മെന്റൽ ഇമോഷണൽ ഹെൽത്തിന് അത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈവൻ സംസാരിക്കുന്നതും കേൾക്കുന്നതും മാത്രമല്ല, ഹൃദയം കൊണ്ട് സംസാരിക്കുകയും കേൾക്കുന്നതും മാത്രമല്ല ഒരു ടീച്ചർ ചെയ്യേണ്ടത്. ടീച്ചറുടെ എക്സ്പ്രഷൻ, ആ ഒരു പ്ലസന്റ് നേച്ചർ, ആ ഒരു അപ്പിയറൻസ്, അത് തന്നെ കുട്ടികളിൽ വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, എന്റെ മോൻ ചെറിയ ക്ലാസ്സിലായിരുന്ന സമയത്ത് അവന് സയൻസ് ടീച്ചറെ വളരെ ഇഷ്ടമായിരുന്നു. എന്നും വന്ന് ടീച്ചറുടെ വിശേഷങ്ങളെ പറയുള്ളൂ. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇന്ന് ടീച്ചർ ചിരിച്ചില്ല എന്നാ. അപ്പൊ ടീച്ചറുടെ ആ ഒരു ചിരി ഇല്ലായ്മ ആ കുട്ടിയെ അത്രത്തോളം വിഷമത്തിലാക്കി. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ പ്ലീസിങ്, അല്യൂറിങ്, അട്രാക്റ്റീവ് എന്ന് പറയുന്നത് മേക്കപ്പ് ഇട്ട് പോവുക അങ്ങനെയുള്ളതല്ല കേട്ടോ. നമ്മൾ മുഷിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് അങ്ങനെ പോകാതെ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മളുടെ വേഷത്തിലും എല്ലാം ഒരു നീറ്റ്നെസ് ഉണ്ടായിരിക്കണം. കുട്ടികൾ എപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ റോൾ മോഡൽ ആക്കാനായിട്ട് ശ്രമിക്കും. അത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഒരു ഓൺലൈൻ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കാരണം ഓൺലൈൻ അല്ലേ, വീഡിയോ ഓൺ ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ഒരു കൂട്ടം മെന്റേഴ്സ് ഉണ്ട്, 10 പേര് മെന്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ക്രാഫ്റ്റിന്റെ സെഷൻ ആയിരുന്നു. പക്ഷെ വാട്ട് എവർ ഇറ്റ് ബി, ഞാൻ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്താലും എടുത്താലും ഞാൻ വീഡിയോ ഓൺ ചെയ്യും കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഓൺ ചെയ്യും. വീഡിയോ ഓഫ് ചെയ്ത് ഞാൻ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിർബന്ധമായിരുന്നു വീഡിയോയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ ഒരു നീറ്റ്നെസ് ഉണ്ടാവണം എന്നുള്ളത്. പക്ഷെ കുറെ പേര് വീട്ടില് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവരൊക്കെ വീഡിയോ ഓഫ് ആയിരുന്നു. അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പൊ ഓരോ മെന്റർക്കും 2 കുട്ടികളെ വീതം അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടികൾക്കും അതുപോലെ തന്നെ പാരന്റ്സിനും ഈ മെന്റേഴ്സ് ആരാന്നുള്ളത് അറിയുന്നില്ലല്ലോ. വീഡിയോ ഓൺ ചെയ്തവരുടെ കാണുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ എന്ന് പറഞ്ഞപ്പോ ശരിക്കും സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല മെന്റേഴ്സും കിടക്കുമായിരുന്നു തോന്നുന്നു. കാരണം അവര് പെട്ടെന്ന് ചാടി എണീറ്റ് വീഡിയോ ഓൺ ചെയ്തപ്പോ മുടിയൊക്കെ കൂടെ ഇങ്ങനെ എന്താ പറയാ, വല്ലാത്തൊരു അവസ്ഥയായി പോയി അത്. അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. ഇനി ബാക്ക്ഗ്രൗണ്ട് ബ്ലേർഡ് ചെയ്യുമല്ലോ, ബ്ലേർഡ് ചെയ്യുമ്പോഴേക്കും ഈ നമുക്ക് നല്ലൊരു ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ഇടുകയോ അല്ലെങ്കിൽ ബ്ലേർഡ് ചെയ്യുന്നത് പ്രശ്നം ഉണ്ടാവില്ല. ബ്ലേർഡ് ചെയ്യുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മളൊന്ന് അനങ്ങുമ്പോ ഫോക്കസ് മാറും. അപ്പൊ നമ്മുടെ കൈ കാണില്ല, ഫേസിന്റെ ഒരു ഭാഗം കാണില്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലം വരും. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോഴേക്കും ആ ബ്ലേർഡ് ആയ ഭാഗത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി. അത് പിന്നെ മീറ്റിങ്ങില് പാരന്റ്സും കുട്ടികളും ലീവ് ആയി കഴിഞ്ഞപ്പോ മെന്റേഴ്സിനെ മാത്രം എടുത്തി
ഒരു മീറ്റിംഗിൽ സാർ അത് വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മുടെ ഡ്രസ്സിങ്, നമ്മളുടെ അപ്പിയറൻസ് എല്ലാം ശ്രദ്ധിക്കണം. കാരണം അത് തന്നെ ഫസ്റ്റ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുവാണ്. അപ്പൊ പാരന്റ്സ് ശരിക്കും അവർക്ക് നല്ലത് എന്ന് തോന്നുന്നത് ആ അപ്പിയറൻസ് നോക്കുമല്ലോ. ചില ആളുകൾ കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ലുക്സ്, ആ ഡിഷിന്റെ ലുക്സ് കൊള്ളാം, പിന്നെയാണ് അവർ ടേസ്റ്റ് നോക്കുന്നത്. ലൈക്ക് ചിലപ്പോൾ ഈ മെന്റേഴ്സ് ഒക്കെ വളരെ പുലികളായിരിക്കും, വളരെ കാലിബർ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ പാരന്റ്സിന് ഇതാണ് ലൈക്ക് ദാറ്റ്, അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഏതെങ്കിലും കുട്ടികളുടെ ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആകുമ്പോൾ പാരന്റ്സിന് നമ്മൾ അപ്രോച്ചബിൾ ആകണം. ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ ഒരു ഇംപ്രഷൻ, ആ ഒരു ഇത് ഫീല് തോന്നണം. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ സംസാരം, അതും എല്ലാം എവറിത്തിങ് മാറ്റേഴ്സ്. പേരിൽ എന്തിരിക്കുന്നു എന്നോ സംസാരത്തിൽ എന്തിരിക്കുന്നു എന്നോ ലുക്സിൽ എന്തിരിക്കുന്നു എന്നല്ല, പക്ഷെ സർട്ടൻ കേസസ് ഇതെല്ലാം മാറ്റേഴ്സ്, ഇതിലെല്ലാം കാര്യമുണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും പറയാനുണ്ടോ? മെസ്സേജ് ഒന്നും കണ്ടില്ല. മാം കാണിച്ചിരിക്കുന്ന പേജ് നമ്പർ ഒന്ന് പറയുമോ? ആരെങ്കിലും പേജ് നമ്പർ പറഞ്ഞു കൊടുക്കും. എന്റെ പ്രിന്റ് ഔട്ട് ആയത് പേജ് നമ്പർ ഇല്ല. 55 ആണോ? 5 ഓക്കെ ഫൈൻ. അടവരെ എത്തിയോ ആരെങ്കിലും? യെസ്. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയട്ടെ മാം. യെസ് പ്ലീസ്. എന്താ പേരെന്താ? മഞ്ജു. മോന്റെ പേരാ കിടക്കുന്നത്. ഞാൻ രണ്ടാമത്തതായി എഴുതിയിരിക്കുന്നത് ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത്. ആരോഗ്യം, ശുചിത്വം, നല്ല ഭക്ഷണശീലം. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് ആരോഗ്യം, ശുചിത്വം, നല്ല ഭക്ഷണശീലങ്ങൾ എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ആദ്യം ആരോഗ്യം എന്താണെന്ന് നോക്കാം. ശാരീരികവും മാനസികവും സാമൂഹികവും നല്ല രീതിയിൽ ഇരിക്കുന്നതിനെയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരു കുട്ടിക്ക് മാത്രമേ നന്നായി പഠിക്കുവാനും കളിക്കുവാനും സന്തോഷത്തോടെ ജീവിക്കാനും കഴിയൂ. രണ്ടാമതായി, ശുചിത്വം എന്തുകൊണ്ടാണ് പ്രധാനം? നമ്മുടെ ശരീരം, വസ്ത്രം, ഭക്ഷണം, ചുറ്റുപാടുകൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കുന്നതിനെയാണ് ശുചിത്വം എന്ന് പറയുന്നത്. ശുചിത്വം പാലിച്ചാൽ മാത്രമേ അണുക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. നാം എല്ലാവരും ഇവ പാലിക്കണം. രാവിലെയും വൈകുന്നേരവും പല്ല് തേക്കുക, ദിവസവും കുളിക്കുക, ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈ സോപ്പിട്ട് കഴുകുക, നഖം വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക, വൃത്തിയുള്ള യൂണിഫോം ധരിക്കുക, ക്ലാസ് മുറിയിലും വീടും വൃത്തിയായി സൂക്ഷിക്കുക, മാലിന്യം ചവറ്റുകുട്ടയിൽ ഇടുക. മൂന്നാമതായി പറയുന്നത് നല്ല ഭക്ഷണശീലങ്ങൾ. നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിലെ ഇന്ധനം. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കണം. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം കഴിക്കുക. പുതുതായി പാകം ചെയ്ത ചൂടുള്ള ഭക്ഷണം കഴിക്കുക. പ്രാതൽ ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം എന്താന്ന് വെച്ചാല് രാവിലെ ഭക്ഷണം ആണ് നമുക്ക് ദിവസം മുഴുവൻ ഊർജം തരുന്നത്. ചോറ്, പച്ചക്കറി, പയർ, മുട്ട, മീൻ, പാൽ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ജങ്ക് ഫുഡ് കഴിവതും ഒഴിവാക്കുക. എപ്പോഴും ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക. നാം നല്ല ശുചിത്വ ശീലങ്ങളും നല്ല ഭക്ഷണശീലങ്ങളും പാലിച്ചാൽ എപ്പോഴും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും ജീവിക്കാൻ കഴിയും. നന്ദി, നമസ്കാരം. എനിക്ക് റേഡിയോ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കില്ലേ, ആരോഗ്യത്തെ കുറിച്ച് ആ ഒരു ഫീല് കിട്ടി. വായിച്ചു കേൾക്കില്ലേ, അതുപോലെ ഉണ്ടല്ലേ? അതെ അതെ അതെ. മഞ്ജു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. പോയിന്റ് ആയിട്ട് പറഞ്ഞു. താങ്ക് യു. ഹഫീ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഹഫി കുറെ പോയിന്റ്സ് ആഡ് ചെയ്തു. ഏത് പറയും എന്നുള്ളതായിരുന്നു ഹഫിയുടെ കൺഫ്യൂഷൻ. ഇനി നമ്മള് പറയാത്ത എന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇനിയുണ്ടോ? നീക്ക പറയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് നോളജ്, നമ്മൾ അതിന്റെ അവയർനെസ്, ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അവയർനെസ് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും അതിന് റെഡിയായോ? എവിടെയെങ്കിലും പോയി അംഗൻവാടികളിലോ അല്ലെങ്കിൽ നമ്മളുടെ വീടിനടുത്തുള്ള കുട്ടികളെയും അമ്മമാരെയും ചേർത്ത് ഇരുത്തിയിട്ട് ഒരു ക്ലാസ് ഒക്കെ കൊടുക്കാനായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു റെഡിയാണ്? ഓക്കെ, നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളൊക്കെ കിട്ടുവാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്യും. കാരണം നമ്മുടെ ആ ഒരു പ്രസന്റേഷൻ ശരിക്കും ഒരു ടീച്ചർ ജോബിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. ഞാൻ ഇന്നലെ ഞങ്ങളുടെ സ്കൂളിൽ, ഇവിടെ മോൻ പഠിക്കുന്ന സ്കൂളിൽ ഇന്നലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ PTA പ്രസിഡന്റ് ആണ്.
അവിടെ ചെന്നപ്പോഴാ ഒരു 157 അറൗണ്ട് കുട്ടികളെ ഞാൻ നേരിട്ട് കണ്ടു. തൊട്ടടുത്ത് സംസാരിച്ചപ്പോ കുറെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാനിടയായി. അപ്പൊ കുറച്ച് ഇങ്ങനെ ഭയങ്കര ഡേർട്ടി ആയിട്ട് ക്ലെൻലിനെസ് ആ ഫീൽ ചെയ്തത്. അത് ഇട്ടാൽ തന്നെ കുട്ടികൾക്ക് ഓൾറെഡി ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്രയ്ക്ക് മഡും കാര്യങ്ങളൊക്കെ ആയിട്ടാ കുട്ടികൾ ആ ഡ്രസ്സുമായിട്ട് വന്നത്. അപ്പൊ ഞാൻ ആ കുട്ടികളെല്ലാം ആ സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്ന സെക്കൻഡ് എയിലും ബിയിലും ഉണ്ടായിരുന്ന കുട്ടികളെ ഒരുമിച്ചിരുത്തി അവർക്ക് അപ്പം തന്നെ ഒരു ബ്രീഫിംഗ് ജസ്റ്റ് കൊടുത്തു. എന്നിട്ട് അവരുടെ പേരൻസിനെ, ആ കുട്ടികളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ക്ലാസ്സിലുള്ള കുട്ടികളുടെ പാരന്റ്സിന്റെ അടുത്തും ഈ കാര്യം ഇൻഫോം ചെയ്തു. നാളെ തുടങ്ങി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. വളരെ നല്ലൊരു സ്റ്റെപ്പ് ഷീബ എടുത്തത്. ഈ ബാച്ചിലർ PTA പ്രസിഡന്റുമാര് തന്നെയാണോ ഉള്ളേ? ഷീബ, ദിവ്യ ഒക്കെ PTA പ്രസിഡന്റ് ആണല്ലേ? ഓക്കെ. നമ്മൾ ഭയങ്കര സംഭവമാണ് ടീച്ചറെ ഞങ്ങളൊക്കെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ആ സംഭവങ്ങളുടെ ഇടയിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല, അതാണ് എന്റെ ഭാഗ്യം അല്ലെ. ഞാനും എന്റെ മോന്റെ സ്കൂളിൽ PTA പ്രസിഡന്റ് ആണ്. അപ്പൊ അവർക്ക് അടുത്ത മാസം ആനുവൽ ഡേ ആണ്. അപ്പൊ മിസ് ഞാൻ ഇങ്ങനെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടും കൂടി എന്നോട് ഒരു ടോക്ക് കൂടി ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഉപയോഗിച്ചോ? എന്താ ടോപ്പിക് എടുക്കാൻ എല്ലാം തീരുമാനിച്ചോ? ഇല്ല, ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ടൈം ആവട്ടെ. അതുവരെ നമ്മള് ക്ലാസ്സിൽ പറയുന്ന കൂടുതലും തന്നെ കുട്ടികളുടെ കാര്യമാണല്ലോ. അപ്പൊ അത് തന്നെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ കുട്ടികൾക്കും ടീച്ചേഴ്സിനും അതുപോലെ പാരന്റ്സിനും ഒരു മോട്ടിവേഷൻ ആവുന്ന രീതിയിൽ എടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഇനി PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, PTA മെമ്പർ അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടോ? അല്ല, അങ്ങനെയുള്ളവർക്ക് ഈ മാസം പേയ്മെന്റ് കൊടുക്കണ്ടല്ലോ മാം. ഓക്കെ, അതെന്തായാലും എന്നെ അറിയിക്കാമോ ആ ഒരു കൺസേൺ. നമ്മള് ഈ സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുമ്പോ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രല്ല അവയർനെസ് കൊടുക്കണ്ടേ, ടീച്ചർമാർക്കും ഒരു സൈഡിലൂടെ ഒരു അവയർനെസ് പോകണം. ആ രീതിയിൽ നിങ്ങൾക്ക് കാര്യം പ്രസന്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇപ്പം മഞ്ജു പറഞ്ഞില്ലേ, മറ്റേ മഞ്ജു എന്ന് പറഞ്ഞു കുട്ടി, അത് മഞ്ജു അല്ല, ഹാഫി പറഞ്ഞില്ലേ, ആ ഒരു ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ. ടീച്ചേഴ്സ് കുട്ടികളെ നല്ലപോലെ കേൾക്കണം, അവരോട് നല്ല രീതിയിൽ സംസാരിക്കണം. അവരുടെ എക്സ്പ്രഷൻ പോലും കുട്ടികളിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാക്കും. അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു അവരുടെ മെന്റൽ ഹെൽത്തിനെ, ഇമോഷണൽ ഹെൽത്തിനെ എല്ലാം ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ടീച്ചറുടെ ഇടപെടൽ എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും സ്കൂളുകളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വരുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശരിക്കും അറിയാം കുട്ടികൾക്കല്ല ആദ്യം കൊടുക്കേണ്ടതെന്നുള്ളത്, ടീച്ചർമാർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്, പാരന്റ്സിനും കൊടുക്കണം. ഈ രണ്ടു പേർക്കും ആദ്യം കൊടുത്തത് ഇവരാദ്യം നന്നാവണം. കുട്ടികൾ ഓൾറെഡി ദേ ആർ വെരി ഗുഡ്. ഈ രണ്ടുപേരുടെ ഇൻഫ്ലുവൻസ് ആണ് ഇവരെ ഇങ്ങനെ ചെയ്യുന്നത്. ആ രണ്ട് ആളുകളുടെ ഇൻഫ്ലുവൻസും ആ രണ്ടിടങ്ങളിലെയും സ്കൂളിലെയും വീട്ടിലെയും ആ ഒരു എൻവയോൺമെന്റ് ആണ് കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഇവര് ജനിച്ചതേ ഇങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ടോ ഹൈപ്പർ ആക്റ്റീവായിട്ട് ജനിച്ചു വരുമല്ലോ. പിന്നെ കുറച്ച് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ, ഹെറിഡിറ്ററി ആയിട്ട് അതുണ്ടായിരിക്കും. പക്ഷെ അവർ വളരുന്ന സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ആ ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ ഇമ്പാക്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് കുറയ്ക്കാനായിട്ട് പറ്റും. ശരിക്കും ക്ലാസ് കൊടുക്കേണ്ടത് പാരന്റ്സിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും. എന്റെ മോൻ ഒരു 3rd സ്റ്റാൻഡേർഡിനോ മറ്റോ പഠിക്കുമ്പോൾ ഇവരുടെ സ്കൂൾ യൂണിഫോമിൽ ഒരു ചേഞ്ച് വന്നു. 3rd എന്റെ ഒരു ഓർമ്മ, 3rd. അപ്പൊ ആ സമയത്ത് 2nd or 3rd ആ ചേഞ്ച് വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർട്ട് വൈറ്റ് കളറായി, പ്യുവർ വൈറ്റ്. അഗെയിൻസ്റ്റ് ആയിരുന്നു പാരന്റ്സ്. കാരണം എങ്ങനെ ഞങ്ങൾ അത് അലക്കും, അതായിരുന്നു അന്ന് ഞാൻ PTA വൈസ് പ്രസിഡന്റാണ്. എങ്ങനെ ഞാൻ അത് അലക്കും എന്നുള്ളതായിരുന്നു പ്രശ്നം. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഈ പാരന്റ്സ്. ഞാൻ ആലോചിക്കുക, ഞാൻ സ്കൂളില് ആകെ 1st സ്റ്റാൻഡേർഡ് തുടങ്ങി 10th വരെയും പഠിച്ചപ്പോൾ വൈറ്റ് ഷർട്ട് ആയിരുന്നു. പിന്നെ പ്രീ ഡിഗ്രിക്ക് യൂണിഫോം ഇല്ലായിരുന്നു, കളർ ഡ്രസ് ആയിരുന്നു. പിന്നെ എഞ്ചിനീയറിംഗിന് പോയപ്പോഴും വൈറ്റ് ചുരിദാറിന്റെ ടോപ്പായിരുന്നു. ഞാൻ ആലോചിക്കാം 14 വർഷം, അതായത് 10th ക്ലാസ് വരെ, പിന്നീട് 4 years എഞ്ചിനീയറിംഗ്, 14 വർഷം വൈറ്റ് ആയിരുന്നു എന്റെ ഡ്രസ്സ്. അതില് സ്കൂളിന്റെ എന്തോ വൈറ്റ് ടോപ്പായിരുന്നു 10 വർഷം. അതെ. അപ്പൊ അന്ന് ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ. ഇപ്പൊ കുട്ടികളുടെ വൈറ്റ് ഷർട്ട് അലക്കാൻ പാരന്റ്സ് എന്താ എത്ര കഷ്ടപ്പെടുന്നതെന്ന് ഇപ്പൊ ഞാൻ അതിങ്ങനെ പറഞ്ഞു. പാരന്റ്സ് ഭയങ്കര എഗെയിൻസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം മോൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ PT എന്തോ കഴിഞ്ഞിട്ട് വന്നേ, ഷർട്ട് നല്ല അഴുക്ക്, വൈറ്റ് അല്ലേ. ഞാൻ പറഞ്ഞു
അപ്പൊ അത് ഇവൻ കുഞ്ഞാണല്ലോ, രണ്ടാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചിനെ കൊണ്ട് എനിക്ക് അലക്കിക്കാൻ പറ്റില്ലല്ലോ, അതും വൈറ്റ് ഷർട്ട്. ഞാൻ പറഞ്ഞു, മോനെ അമ്മയ്ക്ക് വളരെ ബുദ്ധിമുട്ടണം, ഈ വൈറ്റ് ഷർട്ട് ഒന്ന് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞു. പിന്നെ തുടങ്ങി ആ കുട്ടി അത് ശ്രദ്ധിച്ചു. പിന്നെ അവന്റെ ഷർട്ടിൽ ഒരു അഴുക്ക് പോലും ഇല്ല. അവൻ കളിക്കുമ്പോൾ പോലും വളരെ ശ്രദ്ധാലുവായിട്ടാണ് കളിക്കുന്നത്. അപ്പൊ ഞാൻ PTA മീറ്റിംഗിൽ ഇത് പറഞ്ഞു. കുട്ടി ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ഒരു ദിവസമാണ് അവന്റെ ഷർട്ടിൽ അഴുക്ക് കണ്ടുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ ഞാൻ ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര സങ്കടമുള്ള കാര്യമാണല്ലോ. അപ്പൊ അത് കാരണം അവൻ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ അത് ഞാൻ മീറ്റിംഗിൽ പറഞ്ഞു, അങ്ങനെ കുട്ടികളോടൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പാരന്റ്സ് പറയുക, അവൻ അത്രയും നല്ല ഹൃദയമുള്ളവനായതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്, നമ്മുടെ പിള്ളേരൊന്നും അത് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. നമ്മള് എന്ത് ഇൻപുട്ട് അവർക്ക് കൊടുക്കുന്നു, അതിന്റെ കൊടുക്കുന്നതും കൊടുക്കുന്ന രീതിയിലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പേടിപ്പിച്ച് അങ്ങനെയുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ല റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഒരു 5 വയസ്സിലൊരു മോളുണ്ട് ക്രാഫ്റ്റ് സെഷനിലെ. ഈ മോൾക്ക് നല്ലപോലെ പാട്ട് പാടും, നല്ലപോലെ ഡാൻസ് ചെയ്യും, നല്ലതുപോലെ സ്പീച്ച് പ്രസന്റേഷൻ നല്ലതുപോലെ, അങ്ങനെ സ്കൂളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ ഈ കുട്ടി ചെയ്യും. എന്റെ കുട്ടിയല്ല, വേറൊരു മെന്ററുടെ കുട്ടിയാണ് കേട്ടോ. ഈ മെന്റർ ഷെയർ ചെയ്തൊരു കാര്യം, ഈ കുട്ടിക്ക് എല്ലാ കാര്യത്തിലും ഈ കുട്ടി ചെയ്യും. പക്ഷെ എങ്ങനെ ചെയ്യുന്നറിയോ? അമ്മ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നിർബന്ധിച്ചാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. കുട്ടിക്ക് ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല. പാട്ട് പാടും, പക്ഷെ പാട്ടിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഡാൻസ് ചെയ്യും, പക്ഷെ ഡാൻസിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെയുള്ള സ്പീച്ച് റെസിറ്റേഷൻ ഒക്കെ ചെയ്യും, പക്ഷെ ഇൻട്രസ്റ്റ് ഇല്ല. എന്തുകൊണ്ടാ ചെയ്യുന്നേ? അമ്മയെ ചിലപ്പോൾ അടിക്കുന്ന പോലും ഉണ്ടാവുമായിരിക്കും കേട്ടോ. അമ്മ നിർബന്ധിച്ച് പേടിപ്പിച്ചാണ് കുട്ടിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അങ്ങനെ ഒരു ഫോഴ്സ് വന്നാൽ കൂടി നമുക്കറിയാം, ഞെക്കി പഴുപ്പിച്ച പഴത്തിന് അത്ര മധുരം ഉണ്ടാവില്ല അല്ലെ. ആ കുട്ടിക്ക് ശരിക്കും ഇതിലെല്ലാം സ്കില്ലും ഉണ്ട്, ടാലന്റും ഉണ്ട്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് മോൾഡ് ചെയ്യണം. പേടിപ്പിച്ചിട്ട് അതിന് വാശിയാവും, അതിന് ചെയ്യാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അതിനോട് തന്നെ ചെയ്യുന്ന എന്താണോ അതിനോട് ഒരു വെറുപ്പായിരിക്കും കുട്ടിക്ക്. അത് ചെറുപ്പം തുടങ്ങി അതിലങ്ങ് ഡെവലപ്പായി പോകും. അത് പിന്നെ അങ്ങ് വളരെയുള്ളൂ. ശരിക്കും അവിടെ കറക്റ്റ് ചെയ്യേണ്ടത് അമ്മയാണ് അല്ലെ, കുട്ടിയല്ല. അമ്മയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഫോഴ്സ്ഫുള്ളി നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഒരു 7 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇവരുടെ കറക്റ്റ് ഏതാണെന്ന് ഫോക്കസ് ആവാൻ പറ്റുള്ളൂ. ചില കുട്ടികളിൽ ചെറുപ്പത്തിലേ അറിയാൻ പറ്റും ഏതാണ് അവരുടെ ടാലന്റ് അല്ലെങ്കിൽ സ്കില്ല്, അവരുടെ ഇൻട്രസ്റ്റഡ് ഏരിയ ഏതാന്നുള്ളത്. ചില കുട്ടികളിൽ വളരെ നന്നായി ചെറുപ്പത്തിൽ അറിയാൻ പറ്റും. ഓരോ കുട്ടികളും യുണീക്ക് ആണല്ലേ, എല്ലാവരും ഒരുപോലെയല്ല. നമുക്കറിയാം മാസ്റ്റർ ക്ലിന്റ്, എഡ്മണ്ട് ക്ലിന്റ് 7 വയസ്സിലാണ് മരിച്ചത്. ഈ ക്ലിന്റ് 7 വയസ്സിൽ മരിക്കുന്ന സമയത്ത് ക്ലിന്റ് 25,000 വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പെയിന്റിങ് കേട്ടിട്ടില്ലേ നിങ്ങൾ? ക്ലിന്റിനെ കുറിച്ച് പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലിന്റിന് 6 മാസം ഉള്ളപ്പോ ക്ലിന്റ് കറക്റ്റ് സർക്കിൾ വരയ്ക്കുമായിരുന്നു. കോമ്പസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, കയ്യില് പെൻസിൽ പിടിച്ച് സർക്കിള് നല്ല പോലെ വരയ്ക്കുമായിരുന്നു. ആ കുട്ടി അത്രയും ഡിവൈൻ ടാലന്റ് ഉള്ള ഒരു കുട്ടിയായിരുന്നു, അത്രയും ദൈവികമായ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. ആ അസുഖം വന്ന് കിഡ്നി ഫെയിലിയർ, അങ്ങനെയാണ് മരിച്ചിട്ടുള്ളത്. അസുഖം വന്ന് മരിക്കണത് വരെയും ഈ കുട്ടി ആ വയ്യാണ്ട് കിടക്കുമ്പോ വരെയും ഈ മോൻ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുവായിരുന്നു. 25,000 വർക്കുകൾ ചെയ്ത ക്ലിന്റിനെ പറ്റി എനിക്കൊക്കെ എന്റെ പ്രായമായിരിക്കും ക്ലിന്റ് ഇപ്പൊ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ പ്രായമായിരുന്നു. ഞാൻ 1978 ആണ്, ക്ലിന്റും 1978 ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. 1983 ക്ലിന്റ് മരിക്കുക, 83-84 ആ സമയം എന്തോ ആകുമ്പോഴും ക്ലിന്റ് മരിക്കുകയാണ്. എന്റെ പ്രായം അല്ലാത്ത എന്റെയൊക്കെ ആ ഒരു ഏജിലേക്ക് ആവേണ്ടിയിരുന്ന ഒരു മനുഷ്യൻ ആ അത്രയും കാലം ജീവിച്ചിരുന്നെങ്കിൽ ആ ഒരു വ്യക്തി ലോകം അറിയുന്ന ഒരു ആളായി മാറിയല്ലേ. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ പറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്സിലുണ്ടല്ലോ, ഒന്ന് ഗൂഗിൾ ചെയ്യുക. അപ്പൊ ദിവസവും വരുമ്പോ ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളെ കുറിച്ചും ഒന്ന് ക്ലാസ്സിൽ ഒരു 2 minutes 3 minutes ഒന്ന് പറയാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. തോട്ട് ഓഫ് ദ ഡേ പ്രെയർ, പിന്നെ സൈൻ ഇൻ ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട്, സൈൻ ഔട്ട്, ഇങ്ങനെ ഓരോരുത്തരെ, അത് പ്രത്യേകിച്ചും എഡ്യൂക്കേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ പറ്റി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ്. പ്രിന്റിനെ പറ്റി പറയാം, ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി പറയാം, സർ ഐസക് ന്യൂട്ടൺ എന്തൊരു പ്രതിഭയാണ്. അദ്ദേഹം സ്വന്തം ആരോഗ്യം പോലും നോക്കാതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. കണ്ണിന്റെ എന്തോ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കണ്ണിനകത്തേക്ക് സൂചി കുത്തിയ മനുഷ്യനാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക. ഫേമസ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കുറിച്ച് കളക്ട് ചെയ്യുക കാര്യങ്ങൾ, അവരുടെ പിക്ചേഴ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ കളക്ട് ചെയ്യുക. ഒരു അസൈൻമെന്റ് ഇട്ടിട്ടോ എന്തായാലും, കളക്ട് ചെയ്തില്ലെങ്കിൽ അസൈൻമെന്റ് സമയമാകുമ്പോൾ കളക്ട് ചെയ്യേണ്ടി വരും. ഫേമസ് ആയിട്ടുള്ള വേൾഡ് ഫേമസ് 5 ടീച്ചർമാരെ കുറിച്ച് എഴുതുക എന്നുള്ളതാണ്. ഞാൻ 10 പേരെ പറ്റി എഴുതിയത്, മിനിമം 5 ആണ്.
പിന്നെ ആ വേൾഡ് ഫേമസ് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്ത 3 ടീച്ചർമാരെ പറ്റിയും എഴുതണം. അതൊക്കെ ഇനി ലാസ്റ്റ് തീരാറാകുമ്പോഴാണ് അസൈൻമെന്റ് തരുന്നത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ കുട്ടികളിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അമ്മമാരും നല്ല ടീച്ചർമാരും ആകട്ടെ. പിന്നെ അമ്മയാകാൻ കല്യാണം കഴിച്ച് കുട്ടിയെ പ്രസവിച്ചാൽ മാത്രമല്ല കേട്ടോ മദർഹുഡ് ഉണ്ടാവുന്നത്. അത് എവ്രിബഡി ഹാസ് ദാറ്റ് ഇൻസൈഡ്. എല്ലാവർക്കും അതിനുള്ളിലുണ്ട്. അതിന് കല്യാണം കഴിക്കണമെന്നോ മക്കളെ പ്രസവിക്കണമെന്നോ ഇല്ല, അല്ലാതെ തന്നെ എല്ലാവരുടെയും ഉള്ളിൽ വരും അതൊരു ഹ്യൂമൻ മൈൻഡിന്റെ ഒരു പ്രത്യേകതയാണ്. സ്ത്രീകളിലും ഉണ്ട് പുരുഷന്മാരിലും ഉണ്ട്. ഫാദർഹുഡ് എന്ന് കൂടുതൽ പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിലും അതുണ്ട്. അമ്മയുടെ റോളുകൾ ചെയ്യുന്ന എത്രയോ അച്ഛന്മാരെ എനിക്കറിയാം, നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. യെസ്, ഇനി യെസ്, നമുക്ക് നമ്മുടെ ഈ കോഴ്സിൽ ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ട് എങ്ങാനും പറയുന്നുണ്ടോ? ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ടോന്നോ? യെസ്, പറയുന്നുണ്ടല്ലോ. അല്ല, നമുക്ക് എത്ര നേരത്തെ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ടൈം അങ്ങോട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റണില്ല. അപ്പൊ അതിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര നേരത്തെ തുടങ്ങിയാൽ കിടക്കണ വരെ നമ്മൾ ഇപ്പോഴും വർക്കിംഗ് ആണ്, എന്നാലും പെൻഡിങ് പോലെ വരികയാണ്. അപ്പൊ അതിനെ കുറിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, വീട്ടിലെ ജോലികളും. വീട്ടിലെ ജോലികൾ മാത്രമേ ഉള്ളൂ? മീൻസ് എന്തൊക്കെയാണ് വീട്ടിലെ ജോലികൾ ഒന്ന് പറഞ്ഞു. വീട്ടിലെ ജോലികള് 14 വയസ്സായ മോളുണ്ട്, 1.5 വയസ്സായ മോനുണ്ട്, ഇക്കാന്റെ ഉമ്മ ഉണ്ട്. എത്ര നേരത്തെ നമ്മൾ നോക്കിയാലും കിടക്കണ വരെ ജോലി ഉണ്ടായിരിക്കും. എന്നാലും എന്തെങ്കിലും ഒരെണ്ണം എന്താണ് ഇന്ന് ചെയ്യണ്ട, ഞാൻ നാളെ ചെയ്യാം, അല്ലെങ്കിൽ മിറ്റടിച്ചെത്തില്ല, അല്ലെങ്കിൽ പുല്ല് പറിച്ചെത്തില്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ എത്തണില്ല അങ്ങോട്ട്. അപ്പൊ കുഞ്ഞിലേ മുതല് നമുക്ക് ടൈം മാനേജ്മെന്റ് ഒരു മെയിൻ സംഭവമാണ് അല്ലേ? ഞാൻ ടൈം മാനേജ്മെന്റിന്റെ നമ്മുടെ കോഴ്സിൽ ഉണ്ടോന്ന് വെച്ചിട്ട് ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, ആ ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ടോന്ന്. നമുക്ക് PG പോർഷനിൽ ടൈം മാനേജ്മെന്റിന്റെ ഒരു ടോപ്പിക് പഠിക്കാനുണ്ട് കേട്ടോ, ക്വാളിറ്റി മാനേജ്മെന്റില്. എങ്ങനെ സ്കൂളുകളിൽ ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നതിന്റെ ഒരു പ്രധാനം ടൈം പ്രോപ്പർ ആയിട്ട് വേസ്റ്റേജ് ഒന്നും ആകാതെ മാനേജ് ചെയ്യാന്നുള്ളത്. അതിനൊരു കാര്യം ചെയ്യുക, ഡെയിലി ടൈം ടേബിൾ എഴുതുക, അല്ലെങ്കിൽ തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുക. നാളെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ളത്, ടു ഡു ലിസ്റ്റ്. പിന്നെ നമ്മളെപ്പോഴും പറയും സ്മാർട്ട് വർക്കാണ് വേണ്ടത്, ഹാർഡ് വർക്ക് അല്ല എന്നുള്ള കാര്യത്തില്. കാരണം പലപ്പോഴും നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ, മൾട്ടി ടാസ്കിങ് ആണ്. ശരിക്കും നമ്മുടെ ബ്രെയിൻ ഒട്ടും അതിന് പ്രിപ്പയർഡ് അല്ല കേട്ടോ. ബ്രെയിനിൽ പല ജോലികൾ വരുമ്പോൾ ബ്രെയിനിന് അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ചില കുക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ പാത്രങ്ങളെല്ലാം കഴുകി അവിടെ മുഴുവൻ വൃത്തിയാക്കും. എനിക്ക് പറ്റാത്ത കാര്യമാണ്. എനിക്ക് അറ്റ് എ ടൈം കുക്കിംഗ്, ദെൻ പിന്നെ പാത്രം കഴുകൽ, പിന്നെ അവിടെ ക്ലീൻ ചെയ്യുക, ഒരുമിച്ച് ചെയ്യുക എന്നുള്ളത് ചില സമയത്ത് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് കുക്ക് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത്. കാരണം കുക്ക് ചെയ്യുന്നത് എപ്പോഴും നോക്കേണ്ട ഒരു സംഭവമാണെങ്കിലും ചില നമ്മൾ നോക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യും. ഞാനും ഒത്തിരി ലേറ്റ് ആവുന്നതിന് കാരണം ഹസീന പറഞ്ഞ അതേ റീസൺ തന്നെയാണ്. എന്റെ തീരില്ല പലപ്പോഴും വർക്കുകൾ. ഇപ്പൊ ഞാൻ ആക്ച്വലി ഇപ്പൊ 3 ദിവസം എനിക്ക് ക്ലാസ് ഉള്ളൂ. നമ്മുടെ ക്ലാസ് ഞാൻ 2 ദിവസം ഫ്രീ ആക്കി വെക്കുമോ. ഞാൻ ക്ലാസ്സിന്റെ അവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് Monday and Thursday ഞാൻ ഫ്രീ ആണ്. ബട്ട് അങ്ങനെ ഫ്രീ ആയിട്ടിരുന്നു. അപ്പൊ നാളെ ഞാൻ ഒരു കാര്യം പ്ലാൻ ചെയ്തേക്കും. കാരണം എന്റെ മോൾ സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പൊ മോളുടെ ഇൻസ്ട്രക്ടർ വന്നിട്ടുണ്ട്. സാറ് 22nd സൗത്ത് ആഫ്രിക്ക പോകും. അപ്പൊ അവൾക്ക് കുറച്ച് സാധനങ്ങൾ, ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, അപ്പൊ അത് നാളെ ഇരുന്ന് ചെയ്യാം എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു. പെട്ടെന്നാണ് നമ്മുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ലീവായി, ആളുടെ ക്ലാസ് നാളത്തെ എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ജസ്റ്റ് ആ ഷെഡ്യൂൾ അങ്ങ് മാറിയില്ലേ. യെസ്, ഓക്കെ. പിന്നെ അപ്പോ ടൈം മാനേജ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടൈം ടേബിൾ എഴുതുക, അല്ലെങ്കിൽ തലേ ദിവസം തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ടു ഡു ലിസ്റ്റ്. നാളെ ഞാൻ ഇതൊക്കെ ചെയ്യും. ഇപ്പൊ പുല്ല് പറിക്കുന്നതിനകത്ത് ഉണ്ടാവുമായിരിക്കും, കുട്ടിയെ എന്തിനെങ്കിലും പുറത്തു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വീട്ടിലെ അമ്മയെ റൊട്ടീൻ ചെക്കപ്പിന് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അത് എഴുതി വെക്കും. മോളുടെ സ്കൂളിൽ പോകേണ്ട ദിവസവും വല്ല മീറ്റിംഗും ആണെങ്കിൽ അത് എഴുതി വെക്കും. അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ നാളെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ ആദ്യം എഴുതിയിട്ട് പിന്നെ നമ്മുടെ ഒരു സെൽഫ് കെയർ, എന്റെ നഖമൊക്കെ ഒന്ന് നല്ല നീറ്റായിട്ട് ട്രിം ചെയ്ത് വൃത്തിയാക്കി വെക്കണം. അല്ലെങ്കിൽ ഇത്തിരി മൈലാഞ്ചി ഇടും.
അതൊക്കെ നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതാം. സെൽഫ് കെയർ അല്ലെ, സെൽഫ് ലവ്, സെൽഫ് കെയർ ഒക്കെയാണ് അതൊക്കെ അതിനകത്ത്. അല്ലാണ്ട് എന്റെ കാര്യം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാൻ പോയി കഴിഞ്ഞ അവസാനം നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ലാത്തൊരവസ്ഥയിലിരിക്കും. അപ്പൊ അതൊക്കെ നമ്മുടെ സെൽഫ് കെയറിന് ഒരു പാർട്ട്, ഒരു സമയം മറ്റുള്ളവരെ കെയർ ചെയ്യണം, വീട്ടിലുള്ളവരുടെ ആരോഗ്യം നോക്കണം, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കുക്ക് ചെയ്യുന്നൊക്കെ ഹസീന തന്നെ ആയിരിക്കുമല്ലോ? അതെ അതെ. അമ്മ ഒത്തിരി ഏജ്ഡ് ആണോ? ആ അതെ അതെ. വീട്ടിലെ പണികൾ ചെയ്യുന്നതും തന്നെ തന്നെയാണ്? സഹായത്തിന് ആരെങ്കിലും പുറത്തുനിന്ന് വരുന്നുണ്ടോ? ഇല്ല. ഇല്ല ഇല്ല. അപ്പൊ ഇതിപ്പോ നമ്മൾ കുളിപ്പിച്ചിട്ട് ഉറക്കാൻ കൊടുന്ന ആള് ഇപ്പൊ ഉറങ്ങാണ്ട് ഇരുന്ന് കളിക്കുക. അപ്പൊ ആളവിടെ ഇരിക്കണില്ല. അപ്പൊ ഉമ്മാന്റെ ഫോണ് ഫ്ലൈറ്റ് മോഡാക്കി കൊടുത്തേക്ക. ഫോൺ കൊടുത്തേക്ക് വേണമായിരുന്നോ? കാരണം കൊറോണ വന്ന സമയത്ത് ആ 2 വർഷത്തിലുള്ള കുട്ടികൾ മാത്രമാണ് ശരിക്കും ഡിജിറ്റൽ അഡിക്ഷൻ വന്നുള്ളൂ. പിന്നീടുള്ള കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെയാണ്. അതെ അതെ. 2 വർഷത്തെ കുട്ടികളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് വന്ന കുട്ടികൾ എന്തുകൊണ്ട് ഫോണിന് അഡിക്റ്റഡ് ആയി എന്നുള്ളതിന് കാരണം നമ്മൾ തന്നെയാണ്. ഓക്കെ, 1.5 വയസ്സല്ലേ? മാം ഞാൻ പറഞ്ഞോട്ടെ? പറയൂ ഹസീന. ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനുഭവം ഞാൻ ക്ലാസ്സിൽ പറയാറില്ലേ, 8 പേരെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വീട്ടില് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പുറത്തെ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. എൻ്റെ സ്റ്റാറ്റസ് നോക്കുന്നവർക്കറിയാം ഞാൻ എത്ര കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഹസീന അതിൻ്റെ രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ ഹസീനെ കൊണ്ട് പറ്റും. നമ്മുടെ ക്ലാസ്സും കൊണ്ടുപോകാൻ പറ്റും, നമ്മുടെ വീടും കൊണ്ടുപോകാൻ പറ്റും, പുറത്തേക്കും പോകാൻ പറ്റും. ഡോണ്ട് വെറി. മനസ്സിലായോ? കാരണം കിടപ്പിലായ ഒരു മുത്തശ്ശിയെ വരെ നോക്കിക്കൊണ്ടിരുന്നോളാണെങ്കിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് പൊക്കോണ്ടിരുന്നു. എന്നിട്ട് പോലും ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ട് പോലും തിരിച്ചു വന്ന് നമ്മൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ റെക്കോർഡ് ക്ലാസ് കേൾക്കാത്തൊരു വ്യക്തിയാണ്. അത്ര അറ്റൻഡൻസ് ഞാൻ എടുക്കുന്നവളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചാൽ എല്ലാ ഹസീന പറ്റും. സ്ട്രോങ് ആയിട്ട് നിൽക്കൂ കേട്ടോ. ഓക്കെ ഓക്കേടാ. ഞാൻ ഉമ്മ കുളിക്കാൻ പോയി, പിന്നെ അവന് കാറി കരയും. അപ്പൊ എനിക്ക് ക്ലാസ് അതെന്താന്നറിയോ, അത് ഈ 1 മണിക്കൂർ ഹസീനയ്ക്ക് ഒരു ആദ്യം നമുക്കൊരു വിഷമം ഉണ്ടാവും. പിന്നെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ പിടിയിൽ നിന്ന് എവിടെയും പോവില്ല. നമ്മുടെ 24 മണിക്കൂർ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് എവിടെയും കളയാൻ നമ്മൾ തയ്യാറാകാൻ പാടില്ല. ഓക്കെ, രാവിലെ മോർണിംഗ് തൊട്ട് ഒരു ചിട്ടയായിട്ട് തന്നെ വെക്കുക. 10:30 11:30 ആ ഒരു മണിക്കൂർ ഞാൻ എവിടെയും പോകില്ല, ഞാൻ ഈ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെ ഉറച്ച തീരുമാനത്തിൽ എല്ലാം ക്ലോസ് ചെയ്യുക. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെയ്യുക. ഓക്കെ, ഫ്രീ ടൈം ഹോംവർക്ക് എല്ലാം ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യുക. എല്ലാം പറ്റും. നമ്മളെ കൊണ്ട് പറ്റാത്ത എവിടെ പോകാൻ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. സോ അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർ ഏത് സമയം 24 hours നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്താണ് അവരുടെ മനസ്സ് തുറന്നു വെച്ചിരിക്കുന്നത്. സോ നമുക്ക് വേണ്ടി അവരുണ്ടാവും നമ്മുടെ കൂടെ. അല്ല ടീച്ചർ, ഞാൻ പറഞ്ഞ ശരിയല്ലേ മിസ്? ഓക്കെ, പിന്നെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും യുണീക്ക് ആണ്, ഡിഫറെന്റ് ആണ്. ലൈക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഒരേ പൊട്ടൻഷ്യൽ ആവണമെന്നില്ല. അപ്പൊ ഞാൻ ഒത്തിരി സ്ലോ ആണ് ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സ്പീഡുണ്ട്. ചില കാര്യങ്ങൾക്ക് സ്ലോ ആണ്. അപ്പൊ നമ്മളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. എവിടെയാണ് ഞാൻ വീക്ക് ആയിട്ടുള്ള പോയിന്റ്, അവിടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള പോയിന്റ് എനിക്ക് കൂടുതൽ സ്ട്രോങ് ആക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ അത് എല്ലാവരും യുണീക്കാണ്. ഒരാൾ ചെയ്യുന്ന പോലെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാം. എനിക്ക് എവിടെയാണ് ഒരു വീക്ക് പോയിന്റ് വരുന്നത്, എവിടെയാണ് എന്റെ സ്ട്രെങ്ത് കൂടുതൽ, അതൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഒന്ന് മനസ്സിലാക്കുന്ന ഒരു രീതി, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഒന്ന് പ്ലാൻ ചെയ്യും. ഒരു ടു ഡു ലിസ്റ്റ് എഴുതുവാണെങ്കിൽ നല്ലതാണ്. ഞാനും ടു ഡു ലിസ്റ്റ് എഴുതും, പക്ഷെ മിക്കവാറും അതിന് കുറെ കാര്യങ്ങളൊന്നും എനിക്ക് ആ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ എത്ര മുന്നേ ഷെഡ്യൂൾ ചെയ്താലും ആ ഒരു ഡേ അതൊരു പ്രോബ്ലം വരും. ഇപ്പോൾ ഈ ശനിയാഴ്ച നമ്മളുടെ 15 ബാച്ചിന്റെ കോൺവെക്കേഷൻ ആണ്. അപ്പോൾ എനിക്ക് അന്ന് തന്നെ കോട്ടയത്ത് ഒരു ഗ്യാതറിംഗ് ഉണ്ട്. ഞാൻ ഒരു 12 മണിക്ക് പോയി, എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. 12 മണിക്ക് പോയി വേഗം ഓടി അവിടെ ചെന്നാലും എനിക്ക് പറ്റില്ല. പക്ഷെ കുട്ടികള് എന്ന് വെച്ചാല് ആ ഒരു ചിലപ്പോൾ വീഡിയോയിൽ കാണാത്ത പല കുട്ടികളും കാണാൻ വേണ്ടി വരുന്നതും അങ്ങനെ സംസാരിക്കാൻ വരുന്നത്, ഒരു ഫോട്ടോ എടുക്കാൻ വരുന്ന ദിവസമല്ല. അപ്പൊ ഞാൻ കോട്ടയത്തെ ആ സംഭവം ഒന്ന് മാറ്റി വെച്ചു, പോകുന്നില്ല വിചാരിച്ചു. ഞാൻ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടേ ഫുൾ നിൽക്കും എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് എനിക്ക് 4 മണിക്ക് എറണാകുളത്തൊരു പ്രോഗ്രാമിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത്. അതൊരു മെയിൻ പ്രോഗ്രാമാണ്, അതിൽ പോകുക തന്നെ വേണം. കാരണം അത് കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടി നടത്തുന്ന പ്രോജക്റ്റിന്റെ ഒരു ഡിസ്കഷനും കൂടെ അതിനകത്തുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണല്ലേ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അത്രയും ഹറി പോയാലാണ് എനിക്ക് 4 മണിക്ക് അവിടെ എത്താൻ പറ്റും എറണാകുളത്ത്.
അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഒരു പ്ലാനിങ്ങിൽ വരിക. ഇത് രണ്ടുമാണ് ഇപ്പൊ സാറ്റർഡേയിൽ ഇരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം പെട്ടുപോകും. അപ്പൊ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ വരാം, ചിലപ്പോൾ പറ്റുന്ന ദിവസങ്ങൾ വരാം. മാം കോട്ടയത്തേക്ക് വന്നാൽ ഞങ്ങളെ വിളിക്കണം കേട്ടോ, ഞങ്ങള് വരും കാണാൻ. ഓക്കെ, തീർച്ചയായിട്ടും. കോട്ടയത്ത് എന്തായാലും ഈ സാറ്റർഡേ വരാൻ പറ്റില്ല, കാരണം ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. കാരണം നമ്മുടെ കുട്ടികൾ വന്ന് അവർ പോകുന്നവരെയും അവിടെ ഉണ്ടാവണമല്ലോ. നിങ്ങളുടെ സമയമാകുമ്പോഴും നമ്മൾ അത് തന്നെ വേണം. എവിടെയാണെങ്കിലും ഞങ്ങൾ ഓടി വന്നോളാം, കോട്ടയത്തുള്ളവർ ആരാണെങ്കിലും ഓടി വന്നോളാം. ഓക്കെ, ഫൈൻ. അപ്പോ എന്താണോ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് വീട്ടില് എന്റെ കാര്യങ്ങൾ, എന്റെ ഫാമിലിയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വെച്ചാൽ അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. അറ്റ്ലീസ്റ്റ് 10 ഒരു 8 നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഇസ് ഗ്രേറ്റ്. ആ ഒരു ഓർഡർ വരും. ചിട്ടാന്ന് പറഞ്ഞില്ലേ ദിവ്യ, ആ ഒരു ഓർഡർ നമുക്ക് വരും. ഓക്കെ. പിന്നെ കുഞ്ഞു ബേബി ഉണ്ട്, അവനൊന്നും ആവണം അല്ലേ, അത് വേറൊരാളുടെ കൈമാറി കൊടുക്കാൻ ഒരാള് ചിലപ്പോ അതിനൊക്കെ ഉണ്ടാവില്ല. അതിന്റെ ഒരു കാര്യമുണ്ട്. അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായം കൂടിയാണ്. നമ്മൾ കുറിച്ച് അവൻ ഇടയ്ക്കിടയ്ക്ക് ഉണരുവേ. നമ്മളപ്പോ കിച്ചണിന് ഒപ്പം ഓടി വരണം, ഫീഡ് ചെയ്യണം, പിന്നെയും പോകണം. അവന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം ഒട്ടും കഴിക്കില്ല. അപ്പോഴും നമ്മള് അവന് നമ്മളെ നമ്മുടെ നിഴല് കണ്ട അപ്പൊ കരയും. അപ്പൊ നമ്മുടെ കാര്യം അവിടെ പെൻഡിങ് ആവും. അങ്ങനെ ക്ഷമിക്കണ്ട, നമ്മളൊപ്പം കൂടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കുക, പറ്റുന്ന നമ്മള് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതന്നെ എന്റെ അവസ്ഥ. ഞാനും മാനേജ് ചെയ്യണില്ലേ, ഞാനും ചെറിയൊരു ഭാവിയുള്ള ആളാണ്. ആണോ? എത്ര നാളായി? മാസങ്ങളെ ആയുള്ളൂ. 1.5 വയസ്സ്. 1.5 വയസ്സ്. ചില കുട്ടികൾ അടങ്ങിയിരിക്കും, പക്ഷെ ചിലര് ചെയ്യില്ല. അങ്ങനെ അതാണ് പ്രശ്നം. ഇതാ ഇവനും കുറുമ്പൻ തന്നെയാണ്, കുറുമ്പിനൊന്നും ഒട്ടും കുറവില്ല. പല സമയത്ത് അമ്മേന്റെ അടുത്തേക്ക് പോവുകയല്ല, ഞാൻ മാനേജ് ചെയ്യുന്നില്ലേ. ഓക്കെ, ഇനി ഇതിനകത്ത് ഏതെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ? 6 പോയിന്റിലെല്ലാം ആയോ? മാം 6ാമത്തെ പോയിന്റ് പറഞ്ഞോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആദ്യത്തെ പോയിന്റ് ഇതായിരുന്നു, നമ്മൾ അതിന് വേണ്ടുന്ന അവയർനെസ് കൊടുക്കുക. അത് നല്ലൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പിലും ഹെൽത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അതിനുള്ള അവയർനെസ് കൊടുക്കുക. പിന്നെ നല്ല ഭക്ഷണശീലങ്ങൾ അതിന് വേണ്ടുന്ന അത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. പിന്നെ അസുഖങ്ങൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കുക, അതിന് വേണ്ടിയുള്ള പ്രിക്വേഷൻസ്, പ്രിവെൻഷൻസ്, ആ മെത്തേഡ് നോക്കുക. പിന്നെ 4ാമത്തെ അഥവാ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് റെമഡി, കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അതിൽ കുട്ടികൾക്ക് സാധാരണഗതിയിൽ വരുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. ഷോർട്ട് സൈറ്റിന്റെ പ്രോബ്ലം അല്ലേ, അതുപോലെ തന്നെ പല്ല് കേടാകുന്നത്, ഇത് രണ്ടും കുട്ടികളിൽ സാധാരണ കാണുന്ന ചില പ്രശ്നങ്ങളാണ്. പിന്നെ മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും പ്രൊമോട്ട് ചെയ്യുക. അതിനൊരു ടീച്ചർ കുട്ടിയോടുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഹൃദയത്തിൽ നിന്നുള്ളത് തന്നെയായിരിക്കണം. ടീച്ചറുടെ എക്സ്പ്രഷൻ തന്നെ കുട്ടിയുടെ വലിയ മാറ്റങ്ങൾ, വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. ടീച്ചറുടെ ഇടപെടൽ അത് തന്നെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന്. പിന്നെ 6ാമത്തെ പോയിന്റ് ആയിരുന്നു ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി സ്റ്റുഡൻസിന്റെ ഉള്ളില്. നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അന്ന് എല്ലാവർക്കും എല്ലാം ഒരുപോലെ ഉണ്ടായിരുന്നില്ല. ഈ ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും താമസിക്കാനുള്ള സൗകര്യങ്ങള് അന്ന് എല്ലാവർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെ എല്ലാരും അങ്ങനെ കുഴപ്പമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ അതായത് കുട്ടികളെ ഒന്നും അറിയിക്കാതെ വളർത്തുക എന്നുള്ള രീതിയിൽ പാരന്റ്സ് ഭയങ്കരമായിട്ടുള്ള അമിതമായ ശ്രദ്ധയും കരുതലും ചെയ്യുന്നുണ്ട്. കുട്ടിയെ വിശപ്പറിയിക്കാൻ പട്ടിണി കിടക്കണം എന്നല്ല പറയുന്നത്, ഫുഡിന്റെ വാല്യൂ, ക്യാഷിന്റെ വാല്യൂ, നമ്മൾക്ക് ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് എങ്ങനെ അത് വാങ്ങാനുള്ള കാശുണ്ടായി, അങ്ങനെ ഒരു ബോധം, ആ ഒരു സെൻസ് അവർക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ വിഷമിക്കുന്ന, ഇതൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നും അവർ മനസ്സിലാക്കണം. സ്കൂളുകൾ പല രീതിയിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും, കുട്ടികളിൽ എങ്ങനെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സിവിക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അവര് കെയർ ഹോംസ് വിസിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പൊതിച്ചോറുകൾ വിതരണം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. പല സ്കൂളുകളും അവരുടേതായ രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ +1 സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു ഇന്റർവെൻഷൻ നടത്തുന്നുണ്ടായിരുന്നു. അവരെയും കൂടി ഞാൻ സ്പെഷ്യൽ സ്കൂളിലേക്കാണ് പോയത്. അപ്പം കാരണം ഈ കുട്ടികൾക്ക് ഒട്ടും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഈ +1 കുട്ടികൾക്ക്
അവരിങ്ങനെ ക്ലാസ്സിൽ വന്നാലും ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യാതിരിക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ. ചുമ്മാ എല്ലാത്തിനും ഗ്രൂപ്പ് ആക്കിയിട്ട് പുറത്തു കൊണ്ടുപോയപ്പോൾ ഭയങ്കര സന്തോഷം. എവിടേക്കാണെന്നുള്ളത് പറഞ്ഞില്ല കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലത്തേക്കാണ് വന്നത്. അവിടെയുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോ കുറെ നമ്മൾ പിന്നെ അങ്ങോട്ട് കേറുന്നില്ല. മതി മിസ്സേ പോകാം, കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിൽ ഒന്നും പറ്റില്ല. അവരോട് ചെന്ന് നിങ്ങൾ സംസാരിക്കണം, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, എന്താണ് അവർ ചെയ്യുന്നതെന്നും അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. അപ്പൊ അവരുടെ ചലഞ്ചസ് ഉണ്ടായിട്ട് പോലും ആ കുട്ടികൾ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികളായിരുന്നു. കഴിഞ്ഞ ആഴ്ച കോളേജ് ഹോമിൽ പോലും. ഓക്കെ, അപ്പൊ അങ്ങനെ അതോടുകൂടി ആ കുട്ടികളുടെ എന്താ പറയാ, അതുവരെ ഭയങ്കര അഹങ്കാരം പിടിച്ചിരുന്ന ചില കുട്ടികളുണ്ടായിരുന്നു. ഒന്നും ഇങ്ങനെ ഡോൺ കെയർ ആയിട്ട് ടീച്ചർമാർ പറയുന്നത് ശ്രദ്ധിക്കാതെ അവരൊക്കെ അങ്ങ് ഒതുങ്ങി എന്ന് പറയാം സത്യത്തില്. പിന്നെ മറ്റു കുട്ടികൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന മൈൻഡിൽ ഉണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർ പോയി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ 6th പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ മിസ്, സ്റ്റാർട്ട് ചെയ്തോളൂ. ആരെയും കാണാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്ലീസ് മിസ്സിനാണ് നിലയില്. അതെ മിസ്, ഞാൻ കേൾക്കുന്നുണ്ട്. കുട്ടി ബഹളമായതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാ. കുഴപ്പമില്ല, പറഞ്ഞു. ഇപ്പൊ ഓക്കെ അല്ലേ? കളിച്ചോളൂ ആള്. ആളടുത്തുണ്ട്. ശബ്ദം കേൾക്കുന്നുണ്ട്. 6th പോയിന്റ് ആണ്, ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി അമംഗ് പീപ്പിൾസ്. എന്ന് വെച്ചാൽ കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാളത്തെ നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് സ്കൂളുകളിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്കൂളുകളിൽ നമ്മൾ പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട്, അതിന് പുറമെ സമൂഹത്തിന് മുൻഗണന നൽകുന്ന പ്രവർത്തനങ്ങൾ കൂടെ ഉൾപ്പെടുത്തുക. അതുപോലെ പരിസരം ശുചീകരണം, ചാരിറ്റി വർക്ക്, ട്രാഫിക് അവയർനെസ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികളെ കൂടെ പങ്കാളികളാക്കുക. അതുപോലെ ഇതുവഴി അവരിൽ ഉത്തരവാദിത്വ ബോധവും ഒക്കെ ഉണ്ടാകുന്നു. പിന്നെ സ്വന്തം അവകാശങ്ങളെ കുറിച്ചല്ലാതെ അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു കടമകളെ കുറിച്ചൊക്കെ ബോധമുള്ള ഒരു സൊസൈറ്റിയെ വളർത്താൻ ഇത് വഴി സഹായിക്കുന്നു. അതുപോലെ നമ്മൾക്ക് കുട്ടികളിൽ സ്കൂളുകളിൽ മാത്രമല്ല പുറമേയും വീടുകളിലും നമുക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. സ്കൂളുകളിൽ ചെയ്യാവുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങളാണ്. നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക സ്കൂളുകളില്. പിന്നെ വിദ്യാർത്ഥികളുടെ ആരോഗ്യ പരിശോധനകള്, അങ്ങനെയുള്ള പരിപാടികൾ സ്കൂളുകളിൽ രൂപപ്പെടുത്തുക. ഓരോ ആവശ്യങ്ങൾക്കുള്ള പ്രഥമ ശുശ്രൂഷകൾ നൽകുക. നല്ല പ്രകൃതിദത്തവും ശുദ്ധവുമൊക്കെയായ ഭക്ഷണങ്ങൾ ഉറപ്പാക്കുക. പിന്നെ നമുക്ക് സ്കൂളിന് പുറത്ത് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ ആരോഗ്യവും ശുചിത്വവും. അതിൽ ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങൾ, അത് കുട്ടികൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഭക്ഷണവും വസ്ത്രവും, കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണം ആരോഗ്യകരമായിരിക്കണം. അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ അതൊക്കെ വൃത്തിയും വെടിപ്പുമുള്ളതായിരിക്കണം. സ്കൂളുകളിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി വസ്ത്രങ്ങൾ വളരെ ഇറുകിയ വസ്ത്രങ്ങളും അയഞ്ഞ വസ്ത്രങ്ങളും ഒക്കെ ആയിട്ടുള്ളത് കുഞ്ഞുങ്ങളെ ധരിപ്പിക്കാതിരിക്കുക. ഇത്രയൊക്കെ ഉള്ളു. താങ്ക് യു. കുറച്ചൊക്കെ ഞാൻ കയ്യിൽ പറഞ്ഞതാണ്. ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളായിരുന്നു. എക്സാം എന്നായിരിക്കും? ഓക്കെ മിസ്സിന് നന്നായിരുന്നു കേട്ടോ. ആ ഒരു സാമൂഹിക പ്രതിബദ്ധത എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടം. വൈവ എന്നായിരിക്കുന്നോ? വൈവ നിങ്ങൾ ഏത് ബാച്ച്? 22 ബാച്ച് എന്ന് പറയുമ്പോ ഏപ്രിലല്ലേ നിങ്ങളുടെ ക്ലാസ് തുടങ്ങി?
മാർച്ച് മാർച്ച് 26. മാർച്ച് മാർച്ചിലല്ലായിരുന്നു. മീൻസ് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തുടങ്ങി നമ്മൾ ലൈവ് ആയെന്ന് വിചാരിക്കാം. അന്ന് തുടങ്ങി ഒരു 10 months കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 10 months ബാക്കിലേക്ക് ഒരു 8th 9th month ഒക്കെ ആവുമ്പോഴേക്കും വൈവ സ്റ്റാർട്ട് ചെയ്യും. വൈവ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പാർട്ട് 1 ആണ്. ഞാൻ പാർട്ട് 2 ഏതെങ്കിലും ടീച്ചർ എടുത്തു തുടങ്ങിയെന്ന് എനിക്കറിയില്ല. പാർട്ട് 3 എത്തുമ്പോൾ അതാണ് മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. ആ പാർട്ട് 3 എത്തുന്നതിനൊപ്പം തന്നെ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ് ചെയ്യാൻ തുടങ്ങും. ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ ഓൺലൈൻ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചെയ്യാനായിട്ട് ഒരു സ്പേസ് നമ്മളിവിടെ ഒരുക്കി തരും പറവൂർ ഓഫീസിൽ. അതും കഴിയുമ്പോഴാണ് വൈവ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ 20 ബാച്ചിന്റെയാണ് ഇപ്പൊ പ്രാക്ടിക്കൽ സെഷൻ നെക്സ്റ്റ് മന്ത് ഉണ്ടാവുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പാർട്ട് 3 എത്തണം കേട്ടോ. പാർട്ട് 3 എത്തിയിട്ട് കാര്യമുള്ളൂ. പാർട്ട് 3യിലേക്ക് എത്തുമ്പോൾ ഞാനിവിടെ പാർട്ട് 1 നിൽക്കുക. പാർട്ട് 3 തിയറി മെത്തേഡ്സ് ഒക്കെ എടുക്കുന്നത് ഞാനാണ്. അപ്പൊ അതിലേക്ക് എത്തണമല്ലോ. പാർട്ട് 2 ആരെങ്കിലും എടുത്തു കഴിഞ്ഞു? അശ്വതി മിസ് സ്റ്റാർട്ട് ചെയ്തല്ലോ ആണ് പാർട്ട് 2. ഓക്കെ, എത്ര ലെസൺസ് ആയി? 2 ആണ്. കുഴപ്പമില്ല. ആ ഒരു പാർട്ട് 3 എത്തുമ്പോഴേക്കും പ്രിപ്പയർ ചെയ്തിരുന്നു പ്രാക്ടിക്കൽ സെഷൻ. പ്രാക്ടിക്കൽ സെഷൻ കഴിയുമ്പോഴേക്കും വൈവ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ 17 ബാച്ചിന്റെ വൈവ ആയിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം അവര് മെയിൻ എക്സാം എഴുതുക. മെയിൻ എക്സാമിന് മുമ്പായിട്ട് തന്നെ വൈവ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 18 ബാച്ചിന്റെ കഴിയണം, 19 ബാച്ചിന്റെ കഴിയണം, 20 ബാച്ചിന്റെ കഴിയണം, 21 ബാച്ചിന്റെ കഴിയണം. എന്നിട്ടാണ് നിങ്ങൾക്ക് 22 ബാച്ചിന്റെ വരെ. സമയം അതിനനുസരിച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പൊ എനിക്ക് കറക്റ്റ് ഒരു ടൈം പറയാൻ പറ്റില്ല. കാരണം അതൊന്ന് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു 1 month ഒക്കെ കഴിയുമ്പോഴേക്കും കറക്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മളിപ്പോ എല്ലാ പോയിന്റ്സും പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 6 പോയിന്റ്സ്. ഇത് ഈ 6 പോയിന്റ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ക്ലാസ് എടുക്കാനായിട്ട് പറ്റും. എന്താ പറയാ, PTA പ്രസിഡന്റുമാരും PTA മെമ്പേഴ്സും ഒക്കെ അല്ലേ അധികം മതി മാം. ഇപ്പൊ ഇങ്ങനെ പറയും എനിക്കൊരു സ്കൂളിൽ ജോലി കിട്ടി, പെട്ടെന്ന് അവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വന്നവരൊക്കെ ഉണ്ട്. മാം പ്രാക്ടിക്കൽ ഒക്കെ എളുപ്പമായിരിക്കുമല്ലോ അല്ലേ അവിടെ വന്ന് ചെയ്യുമെങ്കിലും? ഇവിടെ നമുക്ക് ടഫ് എന്നൊരു സംഭവം ഇല്ല. കാരണം അതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് മൈൻ, ഇത് എന്റെ ലോകമാണ്, ഞാൻ ഇതിന്റെ മാസ്റ്റർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ടഫ് എന്നൊരു സാധനം വരില്ല. മനസ്സിൽ ധൈര്യമൊക്കെ ഉണ്ട്. പിന്നെ ചെയ്യാനുള്ള എങ്ങനെയാണെന്നുള്ളൊരു നമ്മൾ പണ്ടത്തെ പോലുള്ള പഠിത്തമാകുമ്പോഴാണ് നമുക്ക് ഈ പേടി വരുന്നത്. സബ്ജക്ട് സ്റ്റഡി കാണാതെ പഠിക്കുക, ആ രീതിയിൽ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, അങ്ങനെയൊക്കെ വരുന്നത്. ഇത് ടെക്സ്റ്റ് ശരിക്കും ഒരു റെഫറൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ടെക്സ്റ്റിലെ കാര്യങ്ങളെ കണക്ട് ചെയ്ത് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. എനിക്ക് ഈ ടീച്ചിങ് അത്ര വശമില്ല. ഞാനൊരു ട്രെയിനറാണ്, എനിക്ക് ട്രെയിനിങ്ങേ ചെയ്യുള്ളൂ. എല്ലാരും പറയുന്നത് ജിഷ മിസ് ടെക്സ്റ്റീലിനെ ഒന്നും പറയുന്നില്ല, മിസ് ഇങ്ങനെ വലിച്ചു വാരി കഥകൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു കംപ്ലൈന്റ് എനിക്കെതിരെ ഉണ്ട് പല ബാച്ചും. ഞാൻ പക്ഷെ ഭയങ്കര അപ്രീസിയേഷൻ ആയിട്ട് എടുത്തേക്കുന്നത്. കാരണം എനിക്ക് ടീച്ചിങ് അറിയില്ലല്ലോ. അല്ല അതുകൊണ്ട് എന്താ ജിഷ മിസ് വൈറലായി. അതുകൊണ്ട് ഞാനത് ഭയങ്കര ഒരു അപ്രീസിയേഷൻ, വലിയൊരു അവാർഡ് കിട്ടിയ പോലെ ഞാൻ അതിനെ കാണാം. അത് ആഫ്റ്റർ ദ കോഴ്സ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പലർക്കും. സീനിയറി ആയിരുന്നില്ല, പിന്നെ പലരും അതുപോലെ തന്നെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങുമ്പോൾ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ്, ഗുരുദക്ഷിണ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ഇൻസൈഡ് ദ സ്കൂളും ഔട്ട്സൈഡ് ദ സ്കൂളും ആണ് അടുത്തത് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ബ്രീഫ് ചെയ്യും. ഇൻസൈഡ് ദ സ്കൂളും ഔട്ട്സൈഡ് ദ സ്കൂളിന്റെ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഇൻസൈഡ് ദ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നമ്മുടെ കുട്ടിയെ ഒരു സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ അന്വേഷിക്കും. സ്കൂള് നല്ല നീറ്റ് ആണോ, സ്കൂളിൽ എല്ലാ ഫെസിലിറ്റി ഉണ്ടോ, ബെഞ്ചാണോ, ഡെസ്ക് ആണോ, ടേബിൾ ആണോ, ചെയർ ആണോ, കുട്ടിക്ക് ഇരിക്കാൻ പറ്റുന്നതാണോ, നല്ല കാറ്റും വെളിച്ചം കിട്ടുന്നുണ്ടോ, ഫാൻ ഉണ്ടോ, പിന്നെന്താ സ്റ്റാഫ് ഒക്കെ എങ്ങനെയാണ്, ടീച്ചർമാരുടെ എല്ലാം അന്വേഷിക്കും അല്ലെ സാഫി? ടോയ്ലറ്റ് സൗകര്യം കണ്ടു നോക്കുമല്ലോ. അതെ അതെ, ഉറപ്പാക്കും സൗകര്യങ്ങൾ. മഴ പെയ്താ ചോരുവോ, അങ്ങനെയൊക്കെ. സ്കൂളൊന്നും ഇല്ല, എന്നാലും അങ്ങനെ എല്ലാം നമ്മൾ നോക്കും. സ്റ്റാഫിന്റെ പെരുമാറ്റം എങ്ങനെയാണ്, സെക്യൂരിറ്റിയെ കണ്ട എങ്ങനെ ഇരിക്കും, അങ്ങനെ എല്ലാം നമ്മൾ നോക്കും അല്ലെ. അപ്പൊ സ്കൂളിന്റെ ഒരു കുട്ടിക്ക് ഇത് എല്ലാ ഫെസിലിറ്റിയും കിട്ടണം എന്നുള്ളത് ആ ഒരു കുട്ടിയുടെ റൈറ്റ്സ് ആണ്. ശരിയായുള്ള വിദ്യാഭ്യാസം മാത്രമല്ല, അവിടുത്തെ
ഫെസിലിറ്റീസും. അപ്പൊ സ്കൂള് അങ്ങനെയുള്ള നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിലായിരിക്കണം. പിന്നെ നമുക്കറിയാലോ ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ വിതരണവും വിൽപ്പനയും സ്കൂളിന്റെ ഇത്ര ചുറ്റളവിൽ നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലയിടത്തും ബോർഡ് കാണാറുണ്ട്. അപ്പൊ തൊട്ടടുത്തുള്ള ഷോപ്പുകളെ പറ്റി നമ്മളൊന്ന് അന്വേഷിക്കും. അങ്ങനെ സകല കാര്യങ്ങളും നമ്മൾ നോക്കും. റോഡ് സൈഡിലാണെങ്കിൽ കുട്ടിക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമോ, വണ്ടികൾ അധികം പോകുന്നു, അങ്ങനെ പല കാര്യങ്ങളും അന്വേഷിക്കും നമ്മൾ. ഓക്കെ. അതുപോലെ സ്കൂളുകാരെ റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ഷനും ഹെൽത്തിന്റെ റെക്കോർഡ്സ്, കുട്ടികളുടെ എല്ലാം ഡേറ്റാസ്, അതായത് ഹൈറ്റ്, വെയിറ്റ്, ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ്, എന്തെങ്കിലും അലർജി ഉണ്ടോ, എന്തെങ്കിലും മെഡിസിൻസ് കറക്റ്റ് ഒരു ഫോം നമുക്ക് തരും പാരന്റ്സിന്. നമ്മളത് കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യും. പല രീതിയിലുള്ള ഹെൽത്ത് പ്രോഗ്രാംസും സ്കൂളിൽ കണ്ടക്ട് ചെയ്യണം. ഐ ചെക്കപ്പ് നടത്തും, ഡെന്റൽ ചെക്കപ്പ് നടത്തും ചില സ്കൂളുകള്. പിന്നെ കുട്ടികൾക്ക് ഡിഫൻസിന്റെ ഒരു പ്രോഗ്രാം, ഒരു ട്രെയിനിങ് പോലെ കണ്ടക്ട് ചെയ്യും. അങ്ങനെ പല അവയർനെസ് ക്ലാസ്സസ് കൊടുക്കും. അങ്ങനെ രീതിയിൽ പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയുണ്ട്, എന്റെ കുട്ടിക്ക് ചേരാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ, അവന് ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. പിന്നെ ഫസ്റ്റ് എയ്ഡ് അവിടെ ഉണ്ടോ, പിന്നെ സ്കൂളിന്റെ അടുത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ ഉണ്ടോ എന്നൊക്കെ ചിലർ അന്വേഷിക്കും. എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടോ. പിന്നെ കുട്ടികൾക്ക് നല്ല സ്കൂളിൽ നിന്നാണ് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ നല്ല നൂൺ മീൽസ് ആണോ കൊടുക്കുന്നത്, അവിടെ നല്ല കുടിക്കാനും ക്ലീനിങ്ങിനും നല്ല വെള്ളം ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കും. അതെല്ലാം സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഔട്ട്സൈഡ് ദ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടും നമ്മുടെ പരിസരവുമാണ്. കുട്ടി ജീവിക്കുന്ന ഒരു സൊസൈറ്റി, കുട്ടിയുടെ ഫാമിലി, അതാണ് ഔട്ട്സൈഡ് ദ സ്കൂൾ. അപ്പൊ അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നല്ലൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അവിടുത്തെ ഹൈജീൻ ഒക്കെ നല്ലതായിരിക്കും അല്ലെ. കുട്ടിക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവായിരിക്കും. വീട്ടിലും ചുറ്റുപാടും നല്ല വൃത്തിയാണെങ്കിൽ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വരണമെങ്കിൽ വീട്ടുകാർ മാത്രം വിചാരിച്ചാൽ പോരാ, ആ ജീവിക്കുന്ന സൊസൈറ്റിയിലെ മറ്റംഗങ്ങളും വിചാരിക്കണം. പിന്നെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നല്ല രീതിയിലുള്ള വെള്ളത്തിന് നമ്മൾ പുറത്തുനിന്നാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നു അതോറിറ്റീസ്. പിന്നെ അത് മാത്രമല്ല വേസ്റ്റ് മാനേജ്മെന്റ്, അതും അതോറിറ്റീസ് നോക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ, നമുക്കറിയാം കൊറോണ സമയത്ത് ഈ സാനിറ്റേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. നല്ല വൃത്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കാന അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് അണുനാശിനിയൊക്കെ തളിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണം. അപ്പൊ നല്ല ഒരു സിറ്റി ആയിരിക്കണം എന്നുള്ളത്. സിറ്റി ഡേർട്ടി ആണെങ്കിൽ അവിടെയുള്ള സ്കൂളിലും അതിന് ഇമ്പാക്ട് ഉണ്ടായിരിക്കും. കുട്ടികൾ അവിടെയാണ് ജീവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും ക്ലോത്തും നല്ല ഹെൽത്തി ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. ക്ലോത്ത് അവർക്ക് ലൂസും ആകരുത്, ടൈറ്റും ആകരുത്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള, ക്ലൈമറ്റിന് അനുസരിച്ചുള്ള ക്ലോത്ത് പ്രൊവൈഡ് ചെയ്യുക. വീടിന്റെ ലൊക്കേഷൻ അത് വളരെ നല്ലൊരു റൂള് തന്നെയാണ് ആളുകളുടെ ഹെൽത്ത്. വീടിന്റെ തൊട്ടടുത്ത് അഴുക്കുചാലുണ്ടെങ്കിൽ എപ്പോഴും കൊതുകും അസുഖങ്ങളും ഒക്കെ ആയിരിക്കും. നല്ല വെന്റിലേഷനും സൺലൈറ്റ് അകത്തേക്ക് കയറുന്ന രീതിയിലുള്ള വീടായിരിക്കണം. അറ്റ്മോസ്ഫിയർ നല്ല നീറ്റ് ആയിരിക്കണം. വീടിനകം മാത്രം വൃത്തിയാക്കി വെച്ചാൽ പോരാ, ചുറ്റുപാടും വൃത്തിയായിരിക്കണം. അൺഹെൽത്തി കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാം. പിന്നെ ഇന്റീരിയർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റീരിയർ എല്ലാം ഡസ്റ്റ്, നമ്മുടെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് പൊടി നല്ല പോലെ ഡെപ്പോസിറ്റ് ആകും. അപ്പൊ ചിലവർക്ക് ഭയങ്കര ഡസ്റ്റ് അലർജി ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അതുപോലെ ഇന്റീരിയർ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കണം. അത് അൺഹെൽത്തി സിറ്റുവേഷനിൽ നിന്നൊക്കെ എവേ ആയിട്ട് ഉള്ള രീതിയിലായിരിക്കും. ഇതാണ് ഇൻസൈഡ് ദ സ്കൂളും ഔട്ട്സൈഡ് ദ സ്കൂളും വരുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയും പ്രസന്റ് ചെയ്യാൻ ആരുമില്ലെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക് അതും പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 3 ടോപ്പിക്സ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പ്രസന്റേഷൻ എന്നുള്ള രീതിയിൽ തരുന്നത്. ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. സ്കൂളിന്റെ റോൾ ഓൾറെഡി നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾക്കറിയാം സ്കൂളിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണുള്ളത് ഹെൽത്ത് അലർട്ട്നെസ് കൊടുക്കാനായിട്ട് കുട്ടികളുടെ ഇടയിൽ. അപ്പൊ ആ ഒരു കുട്ടികളിൽ ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്നത് സ്കൂളിലാണ്. അത്രയും ടൈം അവർ സ്കൂളിൽ സ്പെൻഡ് ചെയ്യുവാണ്. അപ്പൊ പല കാര്യങ്ങളും, പല മോറൽ വാല്യൂസും ഹെൽത്തി ഹാബിറ്റ്സും ഗുഡ് മാനേഴ്സും എല്ലാം അവരിൽ നല്ല പോലെ തറവായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു പ്ലേസ് സ്കൂള് തന്നെയാണ്. കമ്പാരിറ്റീവ് വീട്ടിലും ഉണ്ട്, പക്ഷെ വീട്ടിനേക്കാൾ കൂടുതൽ അവർ ആക്റ്റീവായിട്ടിരിക്കുന്ന ആ ഒരു ടൈം സ്കൂളിലായതുകൊണ്ടും, അത് മാത്രമല്ല വീട്ടിൽ വളരെ കുറച്ച് ആളുകളുമായിട്ടായിരിക്കും അവർ ഇന്ററാക്ട് ചെയ്യുന്നത്. സ്കൂളിൽ അവർ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളും കൂടുതലാണ്. പലരിൽ നിന്നും പലതും അവർ പഠിക്കും.
അപ്പൊ അങ്ങനെ ഒരു ഇൻഡിവിജ്വലിന്റെ ഹോൾ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. അതിന് ആ ഒരു 3 to 6 years എല്ലാത്തിന്റെയും ബേസ് ഉണ്ടാകുന്ന ഒരു കാലവും കൂടിയാണ്. ആ ഒരു സമയത്താണ് അവർ സ്കൂളിലേക്ക് എത്തുന്നത്. പിന്നെ സ്കൂളിൽ പല രീതിയിലുള്ള ഹാബിറ്റ്സ്, ഹെൽത്തി ഹാബിറ്റ്സ് പറഞ്ഞു. വാഷിംഗ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നല്ലതുപോലെ കൈയും വായും കഴുകുക. പിന്നെ പേഴ്സണൽ ഹൈജീൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, നീറ്റ്നെസ്സും ക്ലെൻലിനെസ്സും. റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ് അത് നല്ലപോലെ പറഞ്ഞു കൊടുക്കുക. ഈ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, ബ്രഷിംഗ് ടീത്ത് ടോയ്സ്. ഞാനൊരു ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ ഒരു വീഡിയോ കണ്ടു കേട്ടോ. ചെറിയ കിൻഡർ ഗാർട്ടനിലെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുന്നത്, പക്ഷെ യൂറോപ്പിലെ വീഡിയോ. അവര് ടോയ്ലറ്റ് ടിഷ്യൂ ആണല്ലോ യൂസ് ചെയ്യുന്നത്. ഭയങ്കര രസമായിട്ട് തോന്നി ആ ടോയ്ലറ്റ് ടിഷ്യൂ ഉപയോഗിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് നല്ലൊരു രസമായിട്ട് എനിക്ക് തോന്നി. ഞാനത് കണ്ട സമയത്ത് തന്നെയാണ് മോള് സൗത്ത് ആഫ്രിക്കയിൽ പോയത്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, അവൾ ആകെ ഫേസ് ചെയ്യുന്ന ചലഞ്ച് അവിടെ ടോയ്ലറ്റ് ടിഷ്യൂ എന്നുള്ളത്. ഫോസറ്റ് ഒന്നും ഇല്ല അവിടെ ടോയ്ലറ്റിന്റെ. നമുക്ക് ഇവിടെ ഉള്ള പോലെ 4-5 ബക്കറ്റ് നിരത്തി ടോയ്ലറ്റിൽ വെച്ചിട്ടുമില്ല. അപ്പൊ അങ്ങനത്തെ കാര്യം പറഞ്ഞു. ഞാനിപ്പം അവൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തതാണ് മറ്റേ സ്പ്രേ ഉണ്ടല്ലോ, ഒരു ബോട്ടിൽ പോലെ ഇരിക്കും. അതിൽ നമുക്ക് വെള്ളം ഫില്ല് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. ഈ യാത്രയൊക്കെ പോകുമ്പോൾ ആളുകൾ, പ്രത്യേകിച്ച് ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ നമുക്ക് കുറെ മണിക്കൂറുകൾ, അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ചിലപ്പോൾ 2 ദിവസം അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്കിത് വളരെ ഹെൽപ്ഫുൾ ആണ് ഈ ഒരു സ്പ്രേ ബോട്ടിൽ. പിന്നെ കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് അവർക്ക് ഫോസറ്റ് പിടിച്ച് അത്രയും ആ ഫോസറ്റ് കൈ പിടിക്കാനുള്ള ഒരു ബലം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കിട്ടില്ലല്ലോ. താഴെ പോകില്ല അവരുടെ കയ്യിൽ നിന്ന്. അവരുടെ ഹാൻഡ്സിലെ ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ് ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല അത് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് കുറെ സമയം. അപ്പൊ എനിക്ക് തോന്നുന്നു ടോയ്ലറ്റ് ട്രെയിനിങ് പഠിപ്പിക്കുന്ന സമയത്ത് ആ ബോട്ടിലിന്, നമ്മുടെ വാട്ടർ ബോട്ടിലിന്റെ ഒക്കെ ഒരു സൈസ് എത്രയോ കപ്പാസിറ്റി വേണ്ട അതിനനുസരിച്ച് നമുക്ക് വാങ്ങാം, 1 ലിറ്ററിന്റെയോ. അപ്പൊ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് നല്ല പോലെ അത് യൂസ് ചെയ്യാൻ പഠിക്കും. ഓക്കെ, ഞാൻ അത് കണ്ടുവച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് മോൾക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ ടോയ്ലറ്റ് നല്ല പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക. അതായത് ഈ നമ്മള് ടോയ്ലറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കയറുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് നമ്മളുടെ ഉപയോഗം മൂലം. ആ രീതിയിൽ ടോയ്ലറ്റ് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് അവരെ ട്രെയിൻ ചെയ്യണം. പിന്നെ കളിയും കഴിഞ്ഞും യാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നല്ല പോലെ ഒന്നുമില്ലെങ്കിൽ അപ്പൊ തന്നെ കുളിക്കാനോ, അല്ലെങ്കിൽ കൈയും കാലും മുഖമൊക്കെ വൃത്തിയായിട്ട് കഴുകാൻ. കുളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ, പണ്ടൊക്കെ വീടുകളിൽ ഇങ്ങനെ ടാപ്പൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ സ്റ്റെപ്പില്, വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിലൊരു കിണ്ടിക്കകത്ത് വെള്ളം വെക്കുമായിരുന്നു അല്ലെ, കാല് കഴുകാനായിട്ട്. പുറത്തുനിന്ന് വരുന്നവര് കാല് കഴുകിയിട്ടാണ് കയറുന്നത്. പിന്നെ വരുന്ന വഴിക്ക് ഒരു ടാപ്പ് ആയിക്കോട്ടെ, ടാപ്പിന്റെ അവിടെ കാല് കഴുകി കയറും. അടുക്കളയുടെ ഭാഗത്തൊരു ടാപ്പ് ഉണ്ടാവും, ഫ്രണ്ടിലൊരു ടാപ്പ് ഉണ്ടാവും. അങ്ങനെയൊക്കെയായി അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഈ ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ കുട്ടികൾ അത് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ബാലൻസ്ഡ് ഫുഡ്. ഇപ്പൊ ജങ്ക് ഫുഡിനോടാണ് കുട്ടികൾക്ക് വളരെ താല്പര്യം അല്ലെ. അപ്പൊ നല്ല ബാലൻസ്ഡ് ഫുഡ്, അവരിലേക്ക് നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. പിന്നെ സോഷ്യൽ ഹാബിറ്റ്സും അവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കണം. അതായത് നമ്മളൊരു പബ്ലിക് പ്ലേസിൽ ഇപ്പൊ ഒരു ഫംഗ്ഷന് പോകുന്നു, മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നു, ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെയൊക്കെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനും, കുടിക്കുന്നതിന്റെ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പഠിക്കാം. ഞാനിത് എല്ലാ ക്ലാസ്സിലും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഞാനൊരു മാരേജ് ഫംഗ്ഷന്റെ റിസപ്ഷന് പോയി. ഇപ്പൊ എല്ലായിടത്തും ബുഫേ മോഡലിലാണല്ലോ. ലൈവായിട്ട് അവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ടാവും, അപ്പം ഉണ്ടാക്കുന്നുണ്ടാവും, ലൈവായിട്ടുള്ള പല ടൈപ്പ് ചായകൾ ഉണ്ടാക്കുന്ന അങ്ങനെ ഉണ്ട്. നമുക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് പോയി നമുക്ക് കഴിക്കാം. ഞാനും മോനും മോളും ഉണ്ട്. ഞങ്ങളിങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പ്ലേറ്റ് വെക്കാൻ നമുക്കൊരു സ്പേസ് വെച്ചിട്ടുണ്ടാവും. പ്ലേറ്റില് വേസ്റ്റ് ഇടാനായിട്ട് അതിന്റെ അടുത്തൊരു വേസ്റ്റ് ബിന്നും ഉണ്ടാവും, ഈ ഫുഡ് വേസ്റ്റ് ഇടാനായിട്ട്. ഞങ്ങൾ എന്റെയിലും മോന്റെയിലും അങ്ങനെ ഫുഡ് വേസ്റ്റ് ഇല്ല. കാരണം നമ്മൾ തന്നെ എടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പൊ കുറച്ചെന്തോ മുളകോ അങ്ങനെ എന്തൊക്കെയോ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അതിങ്ങനെ വേസ്റ്റ് ഇട്ടപ്പോ 2 ചെറിയ 2 ആൺകുട്ടികള്, അവര് എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സ് അത്രയൊക്കെ കാണുള്ളായിരിക്കും, ചെറിയ 2 കുട്ടികള്. അവരിതുപോലെ തന്നെത്താനെ പ്ലേറ്റുമായിട്ട് വരുവാട്ടോ. മറ്റേ സെറാമിക് പ്ലേറ്റാ, പൊട്ടുന്ന പ്ലേറ്റ് തന്നെയാ. 2 പ്ലേറ്റുമായിട്ട് വരുവാണ്. അവർ മാത്രമേ ഉള്ളൂ, അവരുടെ കൂടെ ആരും ഒന്നുമില്ല. വന്ന് ഇവരുടെ പ്ലേറ്റിലും അധികം വേസ്റ്റ് ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഭക്ഷണം എടുത്തെങ്ങനെ, അവര് വേസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അതിലും എന്തോ ഒരു ചെറിയ എന്തൊക്കെയോ ഭക്ഷണം അത്രയേ ഉള്ളൂ. അവരും ഈ വേസ്റ്റിൽ ആ ഫുഡിന്റെ വേസ്റ്റ് മുഴുവൻ ഇങ്ങനെ ഇട്ടിട്ട് ഈ പ്ലേറ്റ് വെക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ, ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വലിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു
ബാസ്ക്കറ്റ് പോലെ ഇങ്ങനെ ഇങ്ങനെ ചരിച്ചു വെക്കും. നമുക്ക് പ്ലേറ്റ് എങ്ങനെ വെക്കാം. ഇത് വെച്ചിരിക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുന്നിലിരിക്കുന്ന ടേബിൾ പോലെ ഒരു ടേബിള് എന്നിട്ട് ഭിത്തിയോട് ചേർത്ത ടേബിൾ ഇട്ടേക്കുവാണ്. ഈ പ്ലാസ്റ്റിക്കിന്റെ ആ പാത്രം പ്ലേറ്റ് വെക്കാനുള്ള ആ ഒരു ബാസ്ക്കറ്റ് പോലത്തെ സാധനം ഇങ്ങനെ ചാരി വെച്ചിരിക്കുക ഭിത്തിയോട്. ടേബിളിന് നല്ല നീളമുണ്ട്. അപ്പൊ എനിക്ക് കറക്റ്റ് അത് എത്തും, മോനും എത്തും. ഞങ്ങളുടെ കൈക്ക് നീളമുണ്ടല്ലോ. ഈ 2 കുട്ടികൾ എങ്ങനെ നിന്ന് എത്തിക്കണം. അപ്പൊ ഞാനിങ്ങനെ നോക്കുക ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക കേട്ടോ. അവർക്ക് പറ്റിയില്ലെങ്കിൽ പ്ലേറ്റ് വാങ്ങിച്ച് വെക്കാന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോണ്ടിസോറി ഉള്ളത് തന്നെ നമ്മൾ ആദ്യം ഒന്നും ഹെൽപ്പ് ചെയ്യില്ലല്ലോ കുട്ടികൾ, തലയിൽ ഇത് ഇരിക്കുന്ന കാരണം. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ അവരുടെ ടൂസിൽ ഇങ്ങനെ കാല് കുത്തി നിന്നിട്ട് ഇവർ ഈ പ്ലേറ്റ് കൈ നീട്ടി വളരെ സ്ട്രെച്ച് ചെയ്ത് അവർ കറക്റ്റ് അതിൽ വെച്ചു. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ കൈ കഴുകാനായിട്ട് ഞങ്ങൾ പോവാം. അവിടെ ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. ആദ്യം അവര് കയ്യിൽ ഇങ്ങനെ ഭക്ഷണത്തിന്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ, അത് ആദ്യം അവര് വെറുതെ ടാപ്പിൽ ഇങ്ങനെ കഴുകി, മറ്റേ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് ടാപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അവര് കഴുകിയിട്ട് കുറച്ച് ഹാൻഡ് വാഷ്, വളരെ ആവശ്യത്തിനുള്ളത് മാത്രം അവർ പ്രസ് ചെയ്ത് കയ്യിലെടുത്തു. നല്ലതുപോലെ കൈ റബ്ബ് ചെയ്ത് കഴുകി, എന്നിട്ട് അവര് വായൊക്കെ കഴുകി ആവശ്യത്തിന് മാത്രം വെള്ളം എടുത്തു. വളരെ നീറ്റായിട്ട് ആ കുട്ടികൾ ചെയ്യുന്നതിനെ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ അവരോട് നല്ല മക്കളാണ് കേട്ടോ എന്ന്. അപ്പൊ ചിരിച്ചുകൊണ്ട് 2 പേരും കൂടെ ഓടിപ്പോയി. അപ്പൊ ശരിക്കും അത് അവർക്ക് കൊടുത്ത നല്ല പ്രോപ്പർ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. വീട്ടിൽ നിന്നും ഉണ്ടാകും, സ്കൂളിലും അവരത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. സ്കൂളിലും ആ രീതി സാധാരണ നമ്മൾ കാണുന്നതിനാ ഹാൻഡ് വാഷ് ഞെക്കി പൊളിച്ചെടുത്ത് അവിടെ മുഴുവൻ പതയാക്കി അതിൽ കളിക്കുന്നു, അങ്ങനെ കാണും. പിന്നെ ഒന്നുമില്ലെങ്കിൽ അമ്മമാരായിരിക്കും പുറകെ പ്ലേറ്റ് വെട്ടുന്നത്. പക്ഷെ ഇത് ഞാൻ കണ്ടത് അവരുടെ കൂടെ ആരും വന്നില്ല. അപ്പൊ പാരന്റ്സിന് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ആ കുട്ടികളെ കുറിച്ച്. അവർ തന്നെ ചെയ്യും അവരുടെ കാര്യങ്ങള്. അപ്പൊ അത് നല്ലൊരു ആ ഒരു സോഷ്യൽ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് പറഞ്ഞപ്പോ അത് ഓർത്താം. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാം. ഇൻസൈഡ് ദ സ്കൂൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഔട്ട്സൈഡ് ദ സ്കൂൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കൂളിന്റെ ആ വൈറ്റൽ റോള്. ഇപ്പം നമ്മുടെ PTA പ്രസിഡന്റ്മാര്, PTA മെമ്പർമാര്, വൈസ് പ്രസിഡന്റ് ആരൊക്കെയൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരം കിട്ടുവാണെങ്കിൽ, നിങ്ങൾക്കെന്ന് മാത്രമല്ല ആർക്കു വേണമെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ പോകാം. പ്രസിഡന്റ്സ് അസോസിയേഷന്റെ പ്രോഗ്രാം വരുമ്പോ, കുടുംബയോഗം വരുമ്പോ എനിക്കൊരു 10 മിനിറ്റ് വരെ അല്ലെങ്കിൽ കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് ഇടിച്ചു കയറി പറയുക. ഈ കാര്യങ്ങളെല്ലാം പറയാം. വൺസ് നമ്മൾ അവിടെ അത് തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ നമുക്കൊരു ബ്രാൻഡ് ആവും. പിന്നെ ആളുകൾ ചോദിച്ചു വരും ക്ലാസ് എടുക്കാൻ വരാമെന്ന് ചോദിച്ചു. പിന്നെ പതുക്കെ പേയ്മെന്റ് അങ്ങ് പറയുക. പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് പേയ്മെന്റ് വാങ്ങാലോ. നമുക്ക് വില ഒട്ടും കുറച്ച് തന്നെ. ഇങ്ങനെയാണ് ഓരോരുത്തരും. ഇപ്പൊ അഭിഷാദ് ഗുരുവായൂർ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് വലിയ ട്രെയിനേഴ്സ് ഒക്കെ ആയത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ചാൻസ് മാക്സ് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഞാൻ ടീച്ചറാക്കുന്നതിന് വരെ നിങ്ങളെയൊക്കെ ട്രെയിനർമാരാക്കാൻ പോകുന്നത്. ഞാൻ എന്താണോ അതാക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് ടീച്ചറായാൽ മതി. ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യണ്ട കേട്ടോ. ഓക്കെ, വെറുതെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ മിസ്, നമുക്ക് ഇത്രയും നേരം ക്ലാസ് എടുത്ത് തന്ന നമ്മുടെ ജിഷ മിസ്സിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. കൂടെ നമ്മുടെ ഇന്ന് ഒരു 2-3 പോയിന്റ് നമുക്ക് പറയാൻ നമ്മുടെ ഹഫി, ഷീബ പിന്നെ അവരൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പൊ അവരും ഇന്ന് അതിനു വേണ്ടി ശ്രമിച്ചു, മിസ്സിനെയൊക്കെ ശ്രമിച്ചായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മാം നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് പറ്റുമെങ്കിൽ നമ്മളതിന് ട്രെയിൻ ചെയ്തിട്ട് വരിക. ഓക്കെ, എല്ലാവർക്കും പറയാനൊരു അവസരം ആണ് അത്. എല്ലാവരും ട്രെയിൻ ചെയ്യുക. ഓക്കെ, ട്രെയിനിങ് ചെയ്തിട്ട് അത് പഠിച്ചിട്ട് എഴുതി വെച്ചുകൊണ്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സി യു മാം, ബൈ. മാം, ടീച്ചിങ് പ്രാക്ടീസിന് പോകണ്ട, അടുത്ത മാസം തൊട്ട് പോയാൽ മതിയാവോ? ശരിക്കും ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് നമ്മൾ പാർട്ട് 3 ആയിട്ട് പോകുവാണെങ്കിൽ നന്നായിരിക്കും. കാരണം അപ്പോഴാണ് നമ്മൾ മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ഒക്കെ പഠിക്കുന്നത്. അതുമല്ല ആ സമയത്ത് നമ്മൾ കുറച്ചധികം മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ ആയിട്ട് പോകും. കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ പോകും. ഹസീന പോകുമ്പോ, ഹസീനയല്ലേ എന്നോട് ചോദിച്ചേ? ഓക്കെ, അങ്ങനെ നോക്ക്. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന്റെ ടൈം സെലക്ട് ചെയ്യുന്നത് വളരെ ക്രൂഷ്യലാണ്. കാരണം കുട്ടികൾക്ക് പരീക്ഷ നടക്കുന്ന ടൈമിൽ ഒരിക്കലും പോകരുത്. കാരണം നമുക്ക് എക്സാം ഡ്യൂട്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്നും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരുടെ ആനുവൽ ഡേയുടെ സമയമാകുമ്പോഴും സ്പോർട്സിന്റെ സമയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരില്ലേ, ആ സമയത്തും പോകരുത്. അതായത് ചെയ്യുകയാണെങ്കിൽ ജനുവരിക്ക് മുമ്പ് ചെയ്യണം. ക്രിസ്മസ് എക്സാമിനേഷന് മുമ്പ്, അല്ലെങ്കിൽ ഓണം എക്സാമിനേഷന് മുമ്പ്, അല്ലെങ്കിൽ ഓണം എക്സാം കഴിഞ്ഞിട്ട്. ക്രിസ്മസ് എക്സാം കഴിയുമ്പോ എന്താന്ന് വെച്ചാൽ ആനുവൽ ഡേയുടെ സമയമാവും.
ഇനി ആനുവൽ ഡേ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് 1 മാസമൊക്കെ ചില സ്കൂളുകാർ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ആനുവൽ ഡേക്ക്. ഇപ്പൊ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടല്ലേ സ്കൂളുകൾ ആനുവൽ ഡേ ചെയ്യുന്നത്, ഭയങ്കര തീമൊക്കെ വെച്ചിട്ട്. അപ്പൊ അവർക്ക് അതിന് സമയം വേണമല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. പിന്നെ ആനുവൽ ഡേ കഴിയുമ്പോൾ എന്തായി, പരീക്ഷയായി. അപ്പൊ നമുക്ക് കറക്റ്റ് നമുക്കൊരു 10 ദിവസമെങ്കിൽ 10 ദിവസമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഇപ്പൊ പോയാലും കുഴപ്പമില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ മോണ്ടിസോറി മെത്തേഡൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ക്ലാസ്സിൽ എടുക്കുന്നത്. അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ മെറ്റീരിയൽസ് ഉണ്ടാക്കിക്കൊണ്ട് പോകണം. മെറ്റീരിയൽസിന് ഇപ്പൊ തന്നെ ഡിമാൻഡ് ആയി. ഇങ്ങോട്ട് ചോദിച്ചു മെറ്റീരിയൽസ് എല്ലാം തരാമോന്ന്. ഞാൻ പറഞ്ഞു ഇപ്പൊന്നും തരാൻ പറ്റില്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാന് എന്തെങ്കിലും ഇത് ചെയ്യാം. ട്രെയിനിങ് പീരീഡിൽ എന്തായാലും കാണിക്കാനൊക്കെ വരാന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ HM ആണ് പറഞ്ഞത്, ദിവ്യ മോണ്ടിസറി TTC കോഴ്സാണ് ചെയ്യുന്നെങ്കിൽ നല്ലപോലെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെ ടീച്ചിങ് അതുപോലെ ആയിരിക്കുമല്ലോ തരുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ മിസ്, എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആണ്, പക്ഷെ അവരുടെ പറയുന്ന ആക്ടിവിറ്റീസ് നല്ല ഒരു ട്രെയിനിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ദിവ്യ ഒരിക്കലും ആ ക്ലാസ് കളയരുത്, പകുതിക്ക് വെച്ച് നിർത്തുകയും ചെയ്യരുത്, കഷ്ടപ്പെട്ട് തന്നെ അത് വേണ്ടി ചെയ്യുക, പഠിക്കുക, ഞങ്ങളുടെ കുട്ടികൾക്കും ട്രെയിനിങ് എടുക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു മെറ്റീരിയൽസ് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറയും ഇപ്പൊ തരില്ല, എന്റെ വൈവ അതെല്ലാം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോ എല്ലാം കൂടെ വെച്ച് നിങ്ങളും കൂടെ നിന്നൊരു ഫോട്ടോ എടുത്ത് വെച്ചേട്ടോ. കാരണം വൈവ ടൈമിൽ അതിന് എന്തെങ്കിലും ഒരു കളിപ്പ് പറ്റി കഴിഞ്ഞാൽ പിന്നെ അന്ന് മാം പറഞ്ഞിരുന്നല്ലോ, ഒരു അനുഭവം പറഞ്ഞു തന്നിരുന്നല്ലോ. അതും കൊണ്ട് മാത്രമല്ല, ഇപ്പൊ ആ ടീച്ചർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് കഴിയുമ്പോൾ തരാമോന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ അതെ അതെ, നമുക്കൊരു ആവശ്യം അവര് തരുമ്പോഴത്തേക്ക് നമുക്ക് അയ്യോ എന്റെ സാധനം എനിക്ക് തരാൻ പറ്റില്ലെന്ന് അപ്പൊ ആ സമയം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മോണ്ടിസോറി അപ്പൊ നിങ്ങളും കൂടെ നിങ്ങൾക്കൊരു ഫോട്ടോ, ഒന്നുകിൽ ഒരു സെൽഫി പിക്ക്, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ഒന്ന് എടുപ്പിച്ചാൽ മതി. എടുത്ത് കയ്യിൽ സൂക്ഷിക്കാം. വൈവ സമയത്ത് നേരിട്ട് കാണിക്കാൻ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നേരിട്ട് കാണിക്കാം, ഇല്ലെങ്കിൽ അയച്ചു തരാം കേട്ടോ. അല്ലാതെ ഇപ്പോഴേ എനിക്ക് അയച്ചു തരൊന്നും വേണ്ട. പിന്നെ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവും, അവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും, അവർ വന്ന് എടുക്കും. ചിലപ്പോ പേപ്പർ കൊണ്ടൊക്കെ ചെയ്തതൊക്കെ ചിലപ്പോ അങ്ങ് പോകും, സ്പോയിലായി പോകും. അവര് വെറുതെ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട, ലഡം അത് അവർക്കുള്ളത് തന്നെയാണ്. ഓക്കെ മാം, ബൈ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു ആണോ?